الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد فاللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وأصلح لنا إلهنا شأننا كله فلا تكلنا إلى أنفسنا طرفة عين فاللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വളരെ പ്രധാനപ്പെട്ടൊരു സൗഭാഗ്യമാണ് അവൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ അവതരിപ്പിച്ചത് അവൻ്റെ പടപ്പുകളിൽ ഏറ്റവും അഫ്ദലായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. ഈ ഖുർആൻ നബിയിലേക്ക് അയച്ചത് മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതും ഏറ്റവും ഉത്തമമായ ഏറ്റവും നല്ല രാത്രിയിലും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തേക്കാളും ഖൈറായ അഫ്ദലായ ഏറ്റവും നല്ല രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനെ അവതരിപ്പിച്ചത്. അവൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനും ബാക്കിയുള്ള പടപ്പുകളുടെ സംസാരം തമ്മിലുള്ള വ്യത്യാസം, പടപ്പുകളും റബ്ബും തമ്മിൽ എങ്ങനെയാണോ വ്യത്യാസം, ആ രൂപത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നൊരു ഹദീസിൽ കാണാം, വ ഇന്ന ഫദ്ല കലാമില്ലാഹി അലാ സായിരിൽ കലാമി കഫദ്ലില്ലാഹി അസ്സ വജല്ല അലാ ഖൽഖി. അല്ലാഹുവും അവൻ്റെ പടപ്പുകളും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസം, അത്രയും വ്യത്യാസമാണ് അവൻ്റെ കലാമായ ഖുർആനും ബാക്കി പടപ്പുകളുടെ സംസാരവും തമ്മിലുള്ള വ്യത്യാസം. ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ ഖുർആനിലാണ് നമ്മുടെ എല്ലാവരെയും അന്തസ്സുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും. നാം ഒരു കിതാബ് ഇറക്കി തന്നിരിക്കുന്നു. ഫീഹി ദിക്റുക്കും ഫീഹി ഷറഫുക്കും. പണ്ഡിതന്മാർ പറയുകയാണ്, ആ കിതാബിലാകുന്നു നിങ്ങളുടെ അന്തസ്സുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, ആ ഖുർആൻ ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്ക് ശമനമാണ്, സത്യവിശ്വാസികൾക്ക് റഹ്മത്താണ്, സന്മാർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ആ ഖുർആൻ കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. സഹോദരങ്ങളെ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പ്രയാസമുണ്ടായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തോട് ആശ്വസിക്കാൻ വേണ്ടി പറയുകയാണ്, നബിയോട് പറയുകയാണ്, വലഖദ് ആതൈനാക സബഅൻ മിനൽ മസാനി വൽ ഖുർആനൽ അദീം. ഓ നബിയെ, വലഖദ് ആതൈനാക സബഅൻ മിനൽ മസാനി, സൂറത്തുൽ ഫാത്തിഹയും വൽ ഖുർആനൽ അദീം, ഈ ഖുർആനും നാം നിനക്ക് ഇറക്കി തന്നിരിക്കുന്നു. ലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിലെ വിഭവങ്ങളുടെ പിറകിലേക്ക് നിൻ്റെ കണ്ണുകൾ പായിച്ച് കളയേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്.
അപ്പോൾ ദുനിയാവിലെ എല്ലാ വിഭവങ്ങളെക്കാളും ഏറ്റവും ഉത്തമമാണ് ഈ ഖുർആൻ. ഈ ഖുർആൻ പഠിക്കാൻ തൗഫീഖ് ലഭിക്കുക എന്നത് വളരെ വലിയ കാര്യമാണ്. ദുനിയാവിലെ ഏറ്റവും നല്ല ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാം. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ്. ഈ ഖുർആൻ പഠിക്കുന്നവരാണ് നിങ്ങൾ ഏറ്റവും ഉത്തമർ, അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ഉത്തമർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ആ ദുനിയാവിലെ ഏറ്റവും നല്ല ആളുകൾ എന്ന പദവിയേക്കാളും വമ്പിച്ച മറ്റൊരു പദവിയാണ് ഈ ഖുർആൻ വഹിക്കുന്ന ആളുകൾക്കുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ചില ആളുകളുണ്ട്. സഹാബത്ത് ചോദിച്ചു, മൻ ഹും യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ ആ കൂട്ടം ആളുകൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിൻ്റെ ആളുകളാണ്. അഹ്ലുല്ലാഹി വഖാസത്തു, അള്ളാഹുവുമായി സാമീപ്യമുള്ള അള്ളാഹുവിൻ്റെ സ്വന്തക്കാരാകുന്നു ആ കൂട്ടം ആളുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ആളുകൾക്ക് നൽകിയ പദവി അവൻ്റെ ആളുകൾ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. നമുക്കറിയാം, ഒരു കാര്യം അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞാൽ അതിൻ്റെ പവിത്രത എത്രയാണ്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വീട് ബൈത്തുല്ലാ എന്ന് മക്കയെക്കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ ആ ഒരു കാര്യത്തെ പവിത്രപ്പെടുത്താൻ അള്ളാഹു ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഖുർആനിൻ്റെ വാഹകർ, ഖുർആൻ ഹിഫ്ള് ചെയ്യുക, ഖുർആൻ പഠിക്കുക, അതുകൊണ്ട് പ്രാവർത്തികമാക്കുക, അങ്ങനെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞത് ഹും അഹ്ലുല്ലാ, അവർ അള്ളാഹുവിൻ്റെ ആളുകളാണ്. ആ ഖുർആനിൻ്റെ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ഏറ്റവും നല്ല ആളുകളാണെന്ന് പറഞ്ഞതിന് ശേഷം പരലോകത്ത് വെച്ച് അവർക്ക് ലഭിക്കാവുന്ന പദവി ചെറുതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, യുഖാലു ലിഖാരിഇൽ ഖുർആൻ ഇഖ്റ വർതഖി ഫിദ് ദറജാത്ത് കമാ കുൻത തുറത്തിലു ഫിദ് ദുനിയ. നീ പാരായണം ചെയ്യുക. നാളെ പരലോകത്തെത്തിയാൽ ഖുർആനിൻ്റെ ആളുകളോട് പറയപ്പെടും, നീ പാരായണം ചെയ്യുക. വർതഖി ഫിദ് ദറജാത്ത്, നിന്റെ പദവികൾ ഉയർന്നുകൊണ്ടേയിരിക്കുക. ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ, സ്വർഗത്തിൽ നിന്റെ ഭവനം എവിടെയാണ്? ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ, നീ ഖുർആൻ പാരായണം ചെയ്ത് നിർത്തുന്ന അവസാനം എവിടെയാണ് എത്തുക, അതാണ് നിന്റെ ഭവനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. സഹോദരങ്ങളെ, ഈ ഖുർആൻ വഹിച്ച ആളുകൾ, അള്ളാഹുവിൻ്റെ സ്വന്തക്കാർ എന്ന് പറയുന്ന ഈ ഖുർആനിൻ്റെ ആളുകൾ, അങ്ങനെ ഒരു വിശേഷണം ഓരോ ആളുകളിലും ഉണ്ടായിത്തീരാൻ ഈമാനുള്ള എല്ലാ ഹൃദയം കൊതിക്കുന്നതാണ്. കാരണം നമുക്കറിയാം, നാട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ, അറിയപ്പെട്ട ഒരാൾ ആളുകളിലേക്ക് ചേർത്തി പറയുകയാണെങ്കിൽ ആളുകൾ പറയും, ഇത് ഇന്നയാളുടെ മകനാണ്, ഇന്നയാളുടെ സ്വന്തക്കാരനാണ് എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്കത് ഷറഫാണ്, അതൊരു അന്തസ്സാണ്, ഒരു വലിയൊരു കാര്യമാണ്. എന്നാൽ നമ്മളെല്ലാവരും പടച്ചവനായ അള്ളാഹുലേക്ക് നമ്മെ ചേർത്തി പറയുക എന്നത് എത്ര വലിയ കാര്യമാണ്. ആ ഒരു കാര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ആരാണ് ഈ ഖുർആനിൻ്റെ ആളുകൾ? ആ ഖുർആനിൻ്റെ ആളുകളുടെ വിശേഷണം അവരെങ്ങനെയാണ്? അവർ ഖുർആനുമായുള്ള ബന്ധം എങ്ങനെയാണ്? അവരുടെ ഹൃദയത്തിൽ ഖുർആൻ എങ്ങനെയാണ് സ്വാധീനിപ്പിച്ചത്? മറ്റുള്ള ആളുകളുമായി ഈ ഖുർആനിൻ്റെ ആളുകൾ എങ്ങനെയാണ്? ഇതാണ് നാം ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. റബ്ബു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല രൂപത്തിൽ ഖുർആനിൻ്റെ ആളുകളായി തീരുവാനും അതുപോലെ തന്നെ ഖുർആൻ ജീവിതത്തിൽ പകർത്തി മരിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൽപ്പെട്ടതാണ് ഈ ഖുർആനിൻ്റെ ആളുകളെ ഓരോ വിശേഷണങ്ങൾ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഈ ഖുർആൻ വഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ആദരിക്കുക എന്നതുപോലും തന്നെ അള്ളാഹുവിനോടുള്ള ഇജ്ലാലിൽപ്പെട്ടതാണ്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കാണാം, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി
ഇക്റാം ദിശൈബ, നിറച്ച ആളുകൾ, പ്രായമൂത്ത ആളുകളെ ആദരിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൽ പെട്ടതാണ്. വ ഇക്റാമു ഹാമിൽ ഖുർആൻ ഗൈരിൽ ഗാലി ഫീഹി വൽ ജാഫി അൻ, ഖുർആൻ വഹിക്കുന്ന ആളുകളെ അതിൽ അവഗണന കാണിക്കാതെ, അതിര് കവച്ചിലില്ലാതെ ഖുർആൻ വഹിക്കുന്ന ആളുകളെ ആദരിക്കുക എന്നതും, വ ഇക്രാമി സുൽത്താനിൽ മുഖ്സിദ്, നീതിമാനായ രാജാവിനെ ആദരിക്കുക എന്നതും ഖുർആനിനെ മഹത്വപ്പെടുത്തുന്നതിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ, അപ്പോൾ ഈ ഖുർആനിൻ്റെ ആളുകളായി തീരുവാൻ വേണ്ടി നമ്മിലുണ്ടാകേണ്ട വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? അതിലൊന്നാമത്തേത്, ഓരോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ വഹിക്കുകയും ഖുർആനിലേക്ക് ബന്ധം പുലർത്താനും ഉദ്ദേശിക്കുന്ന ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാകുന്നു ഖുർആൻ ധാരാളമായി കേൾക്കുക എന്നുള്ളത്. പണ്ഡിതന്മാർ പറയുകയാണ്, അന്ന സാഹിബൽ ഖുർആനി ഇദസ്തമഅൽ ഖുർആൻ അർഖാ ലഹു സമഅ, ഖുർആൻ്റെ ആൾ അവർ ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ അർഖാ ലഹു സമഅ, അവർ ശ്രദ്ധിച്ച് കേൾക്കും. വ അസ്ഗാ ലഹു ബിഖൽബി, അവർ ഹൃദയം കൊണ്ട് അത് ശ്രദ്ധിച്ച് കേൾക്കുവാൻ വേണ്ടി ശ്രമിക്കും. അല്ലാതെ വെറുതെ ഖുർആൻ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള എന്തെങ്കിലും ഒഴുകുക, ആ ഒരു കാര്യമല്ല. മറിച്ച് ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ ഖുർആനിൻ്റെ ആളുകൾ എന്ത് ചെയ്യും? ആ ഖുർആൻ പാരായണത്തെ ശ്രദ്ധിച്ച് കേൾക്കുന്നതാണ്. അത് നമുക്കറിയാം, ഒരു കൂട്ടം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുകയാണ്, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിൻ ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അഅജബ. ഒരു കൂട്ടം ജിന്നുകൾ നബിയുടെ അടുക്കൽ വന്നിട്ട് ഖുർആൻ കേട്ടു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പദം ഇസ്തമഅ, ശ്രദ്ധിച്ചു കേട്ടു എന്നാണ്. എന്നിട്ട് അവർ പറഞ്ഞു, ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അഅജബ, വളരെ അത്ഭുതമായ ഒരു ഖുർആൻ നാം കേട്ടിരിക്കുകയാണ്. ആ ഖുർആൻ എങ്ങനെയാണ്? യഹ്ദി ഇലർ റുഷ്ദി ഫആമന്നാ ബിഹ്, ആ ഖുർആൻ സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുകയാണ്. ആമന്നാ ബിഹ്, ആ ഖുർആനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്. ആ ഖുർആൻ കേട്ടതിന് ശേഷം ഈ ജിന്നുകൾക്ക് മനസ്സിലാക്കിയ കാര്യമാണ്, വലൻ നുശ്രിക ബിറബ്ബിന അഹദ, നമ്മുടെ റബ്ബിൽ യാതൊരു രൂപത്തിലും യാതൊരു വിധത്തിലും നാം പങ്കു ചേർക്കുകയില്ല എന്ന് ഖുർആൻ കേട്ട ജിന്നുകൾക്ക് മനസ്സിലായി. സഹോദരങ്ങളെ, ഖുർആൻ ധാരാളമായി കേൾക്കുക എന്നുള്ളത് ഖുർആനിൻ്റെ വാഹകരായ, ഖുർആനിൻ്റെ ആളുകളായ, അള്ളാഹുവിൻ്റെ ആളുകളായ ഈ ആളുകളുടെ വിശേഷണമാണ് ഖുർആൻ ധാരാളമായി കേൾക്കുക എന്നുള്ളത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുയോട് പറഞ്ഞു, ഇഖ്റഅ അലയ്യൽ ഖുർആൻ, ഇബ്നു മസ്ഊദേ, എനിക്കൊന്ന് ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്ക്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫഖുൽതു യാ റസൂലല്ലാഹ് അഖ്റഅ അലൈക വഅലൈക ഉൻസിൽ, അള്ളാഹുവിൻ്റെ റസൂലെ താങ്കൾക്കാണ് ഈ ഖുർആൻ ഇറങ്ങിയത്, എന്നിട്ട് ഞാൻ താങ്കൾക്ക് കേൾപ്പിച്ച് തരുകയോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി അശ്തഹി അൻ അസ്മഅഹു മിൻ ഗൈരി, എനിക്ക് മറ്റുള്ള ആളുകളിൽ നിന്ന് ഖുർആൻ കേൾക്കുക എന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അവിടുന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറയും സൂറത്തുൻ നിസായിൽ അങ്ങനെ അവസാനം ഫകൈഫ ഇദാ ജമഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് ഫകൈഫ ഇദാ ജിഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഅനാ ബിക അലാ ഹഉലാഇ ഷഹീദ എന്ന ആയത്തെത്തിയപ്പോൾ അവിടുന്ന് തിരിഞ്ഞു നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖുർആൻ കേട്ട് കരയുകയാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. സഹോദരങ്ങളെ, അപ്പോൾ ഖുർആൻ ധാരാളമായി കേൾക്കുക എന്നത് ഖുർആനിൻ്റെ ആളുകളുടെ വിശേഷണമാണ്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവർ ധാരാളമായ ഖുർആനുമായി ബന്ധമുള്ള ആളുകളായിരുന്നു. സത്യവിശ്വാസികളുടെ വിശേഷണമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ ആരാണ്? അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയം നടുങ്ങും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാന, അവരുടെ അടുക്കൽ അല്ലാഹുവിൻ്റെ കലാമായ, അല്ലാഹുവിൻ്റെ സംസാരമായ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ്. ഇവരാകുന്നു സത്യവിശ്വാസി ഖുർആനിൻ്റെ ആളുകൾ എന്ന് നാം മനസ്സിലാക്കുക. അബ്ദുല്ലാഹ് ഇബ്നു ഉർവ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ വല്യുപ്പയായ ഇബ്നു സുബൈർ
റളിയല്ലാഹു അൻഹുവിനോട് സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, കൈഫ കാന അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സമിഅൽ ഖുർആൻ, സഹാബത്ത് ഈ ഖുർആൻ കേട്ടാൽ എങ്ങനെയായിരുന്നു എന്ന് ഇദ്ദേഹം ചോദിച്ചു. ഖാലത് തദ്മഉ അഅ്യുനുഹും വതഖ്ശഇറു ജുലൂദുഹും കമാ നഅതഹുമുല്ലാഹ്. അല്ലാഹു പറഞ്ഞതുപോലെ ഖുർആൻ കേട്ടാൽ ഈ കൂട്ടം ആളുകൾ സഹാബത്ത് അവർ എങ്ങനെയായിരുന്നു? അവർ കരയുമായിരുന്നു. അവരുടെ തൊലികൾക്ക് അവർക്ക് ഉണ്ടാകുമായിരുന്നു എന്ന് താബിഈയായ ഇദ്ദേഹം പറയുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ മുൻഗാമികൾപ്പെട്ട മറ്റൊരു പണ്ഡിതൻ പറയുകയാണ്, ഫദ്ർ അർ-റിഖാശി റഹിമഹുല്ലാ, അദ്ദേഹം പറയുകയാണ്, മാ തലദ്ദദൽ മുതലദ്ദിദൂന വലസ്തതാറത് ഖുലൂബുഹും ബിശൈഇൻ കഹസനി സൗത്തിൽ ഖുർആൻ. ഖുർആൻ നല്ല രൂപത്തിൽ കേൾക്കുക എന്നതുകൊണ്ടല്ലാതെ ഒരിക്കലും ഒരു ലദ്ദത്തും ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല. വകുല്ലു ഖൽബിൻ ലാ യുഹിബ്ബു ഹുസ്ന സൗത്ത് ബിൽ ഖുർആൻ ഫഹുവ ഖൽബുൻ മയ്യിത്ത്. ഖുർആൻ നല്ല രൂപത്തിൽ കേൾക്കാതെ അതിഷ്ടപ്പെടാത്ത ആളുകൾ അവൻ്റെ ഹൃദയം അത് മയ്യിത്തായ ഹൃദയമാകുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. സഹോദരങ്ങളെ, അപ്പോൾ അള്ളാഹുവിൻ്റെ ആളുകൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ഖുർആനിൻ്റെ ആളുകൾക്ക് ആദ്യമായി ഉണ്ടാകേണ്ട സ്വഭാവമാണ് ഖുർആൻ ധാരാളമായി കേൾക്കുക എന്നത്, എന്നിട്ട് അത് ഉറ്റാലോചിക്കുക എന്നത്, എന്നിട്ട് അത് ജീവിതത്തിൽ പകർത്തുക എന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഖുർആനിൻ്റെ ആളുകൾ അള്ളാഹുവിൻ്റെ ആളുകൾ എന്നറിയപ്പെട്ട ഖുർആനിൻ്റെ ആളുകൾക്കുണ്ടാകേണ്ട മറ്റൊരു സവിശേഷതയാണ് അവർ ഖുർആനുമായി നല്ല ബന്ധമായിരിക്കും. ധാരാളം ഖുർആൻ പാരായണം ചെയ്യും. അവരുടെ ഏത് സാഹചര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്യുന്ന ആളുകൾ, വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, എന്നിട്ട് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, ഖുർആനുമായി ധാരാളമായി ബന്ധമുണ്ടാകുക എന്നത്, ധാരാളമായി പാരായണം ചെയ്യുക എന്നത് ഖുർആനിൻ്റെ ആളുകളുടെ വിശേഷണമാണ്. എത്രത്തോളം എന്നാൽ ഖുർആൻ പാരായണം ചെയ്ത് അവർക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല, അങ്ങനൊരവസ്ഥ വരും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ചില ആളുകൾ ഖുദ്സിയായ ഹദീസിൽ കാണാം, അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ശഗലഹു ദിക്രി അൻ മുസാഅലതി അഅതൈതുഹു അഫ്ളല മിമ്മാ ഉഅതി സായിലീൻ. ചില ആളുകൾ ഖുർആൻ പാരായണം ചെയ്ത് അള്ളാഹുവിനെ ഓർത്ത് ദിക്ർ ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പോലും സമയം കിട്ടാത്തൊരവസ്ഥ അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അഅതൈതുഹു അഫ്ളൽ മിമ്മാ ഉഅതി സായിലീൻ, അള്ളാഹുവിനോട് ദുആ ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കുന്ന ആളുകളെക്കാളും അവരെക്കാളും കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്യുകയും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് നൽകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ ആ ഖുർആനുമായി നാം എത്രത്തോളം ബന്ധമുണ്ട് എന്ന കാര്യം നാം എപ്പോഴും ചിന്തിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, മൻ അഹബ്ബ അയ്യഅലമ അന്നഹു യുഹിബ്ബുല്ലാഹ്, ആർക്കെങ്കിലും അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്, അള്ളാഹുവിനോട് ഇഷ്ടമുണ്ട് എന്നൊരു കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്തു കൊള്ളട്ടെ? ഫൽയൻദുർ, അവൻ നോക്കിക്കൊള്ളട്ടെ. ഫഇൻ കാന യുഹിബ്ബുൽ ഖുർആന ഫഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹ്, അവൻ ഖുർആനിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ, അവൻ്റെ ഖുർആനുമായുള്ള ബന്ധം എത്രത്തോളമാണെന്ന് അവൻ ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അങ്ങനെ ഖുർആനുമായി നല്ല ബന്ധമാണെങ്കിൽ ഫഇന്നഹു യുഹിബ്ബുല്ലാഹ്, അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന കാര്യം അവൻ സന്തോഷ വാർത്ത അറിഞ്ഞുകൊള്ളട്ടെ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുപോലെ തന്നെ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇന്നല്ലാഹ യുഹിബ്ബു അൽ ഹാൽ അൽ മുർത്തഹിൽ. ഖുർആൻ സൂറത്തുൽ ബഖറയിൽ മുതൽ അതുപോലെ തന്നെ അവസാനം സൂറത്തുൻ നാസ് വരെ പാരായണം ചെയ്ത് പിന്നെ അവിടെ നിർത്തുകയില്ല, വീണ്ടും അടുത്ത ഖത്ം തുടങ്ങും, പിന്നെയും പാരായണം ചെയ്യും. അങ്ങനെ ധാരാളം ഖത്മകൾ, ധാരാളം തവണ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, അപ്പോൾ ഒരു ഖുർആൻ വഹിക്കുന്ന ആൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ആളായി തീരുക? അവൻ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ആളായിരിക്കും. നമ്മുടെ മുൻഗാമികളിലേക്ക് നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാം,
ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുകയുണ്ടായി, ലഖദ് ഖതൽതുമൂഹ്, നിങ്ങൾ അവരെ കൊന്നു, നിങ്ങൾ അദ്ദേഹത്തെ കൊന്നു. വ ഇന്നഹു ലയുഹ്യിൽ ലൈല ബിൽ ഖുർആൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു രാത്രി മുഴുവനും ഖുർആൻ കൊണ്ട് ജീവിപ്പിക്കുമായിരുന്നു എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ പറയുന്നതായി കാണാം. അതുപോലെ തന്നെ നാഫിഅ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ നാഫിഅ റഹിമഹുല്ലാ പറയുകയാണ്, കാന ഇദാ ഖറഅ അൽ ഖുർആൻ കരിഹ അൻ യതകല്ലം ഔ ലം യതകല്ലം ഹത്താ യഫ്റഗ മിമ്മാ യുരീദ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങിയാൽ അവിടുന്ന് സംസാരിക്കുകയില്ല. അവിടുത്തെ ഖുർആൻ പാരായണം തീരുന്നതുവരെ അദ്ദേഹം അനങ്ങാതെ നിൽക്കും. ആര് തന്നെ സംസാരിച്ചാലും അവിടുന്ന് സംസാരിക്കുകയില്ല എന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നമാ ഹാദിഹിൽ ഖുലൂബു ഔഇയ, ഈ ഹൃദയങ്ങൾ, നിങ്ങളുടെ ഹൃദയങ്ങൾ എന്നതൊരു പാത്രങ്ങളെ പോലെയാണ്. ഫഅശ്ഗിലു ബിൽ ഖുർആൻ വലാ തശ്ഗലുഹാ ബിഗൈരിഹാ, ഈ പാത്രങ്ങളെ നിങ്ങൾ ഖുർആൻ കൊണ്ട് നിറക്കുക, വേറൊന്നും കൊണ്ട് നിങ്ങൾ നിറക്കരുത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, അപ്പോൾ ഖുർആനുമായി ധാരാളം ബന്ധമുണ്ടാകണം. നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണ് ഖുർആനുമായി ബന്ധമുണ്ടായത് എന്ന് നമുക്ക് കാണാം. അതായത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു സംസാരം, അവിടുന്ന് പറയുകയാണ്, അദീമുൻ നദ്റ ഫിൽ മുസ്ഹഫ്, ഖുർആനിൽ ധാരാളമായി നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഖുർആനുമായി നല്ലൊരു ബന്ധം വരും. മറ്റുള്ള കാര്യങ്ങളിലൊന്നും വ്യാപൃതമാകാതെ ഖുർആനിലേക്ക് തിരിയാൻ, അള്ളാഹുവിൻ്റെ സ്വന്തക്കാരായി മാറാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട മറ്റൊരാളാണ് ഫർവ ബിൻ നൗഫൽ റഹിമഹുല്ലാ. അദ്ദേഹം പറയുകയാണ്, കുൻതു ജാറൻ ലി ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അയൽവാസിയായിരുന്നു ഞാൻ. ഫഖറജ്ന ഇലൽ മസ്ജിദ്, അങ്ങനെ നമ്മൾ മസ്ജിദിലേക്ക് പുറപ്പെട്ടു. ഫഅഖദ ബിയദി, അങ്ങനെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, തഖറബ് ഇലല്ലാഹി മസ്തതഅത്, നിനക്ക് സാധിക്കുന്ന രൂപത്തിൽ നീ അള്ളാഹുവിലേക്ക് അടുക്കുക. ഫഇന്നക ലൻ തഖറബ ബിശൈഇൻ അഹബ്ബ ഇലൈഹി മിൻ കലാമി, അവൻ്റെ സംസാരം കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനേക്കാളും അള്ളാഹുവിന് മറ്റൊരു കാര്യം ഇഷ്ടമായത് മറ്റൊരു കാര്യവുമില്ല എന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നത് ചെറിയൊരു കാര്യമല്ല. അതിനുവേണ്ടി തൗഫീഖ് ലഭിച്ച ആളുകൾ അവർ സന്തോഷ വാർത്ത അറിഞ്ഞുകൊള്ളട്ടെ എന്ന് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം. അത് ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ പറയുകയാണ്, തഫഖദുൽ ഹലാവത ഫീ സലാസ്, 3 കാര്യങ്ങൾ നിങ്ങൾ ഹലാവത്ത് കണ്ടെത്തുക, നിങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്ന് ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ പറയുകയാണ്. അതിൻ്റെ മാധുര്യം നിങ്ങൾ ഈ 3 കാര്യങ്ങളിൽ കണ്ടെത്തുക എന്ന് പറയുകയാണ്. ഒന്ന് ഫിസ് സലാ വഫിൽ ഖുർആനി വഫിൽ ദിക്ർ, നിസ്കാരത്തിലും ഖുർആനിലും ദിക്റിലും. ഫഇൻ വജദ്തുമുഹാ ഫഅംദു വഅബ്ശിറു, ഇനി നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങളിലും മാധുര്യം കണ്ടെത്താൻ സാധിക്കുന്നുവെങ്കിൽ ഫഅംദു വഅബ്ശിറു, നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ തുടർന്നുകൊള്ളൂ, നിങ്ങൾ നല്ലൊരു അവസ്ഥയിലാണ്. വഇല്ലം തജിദുഹാ, നിങ്ങൾക്ക് ഖുർആനിലും നിസ്കാരത്തിലും ദിക്റിലും ഒന്നും മാധുര്യം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഫഅലം അന്ന ബാബക മുഗ്ലഖ്, നിന്റെ വാതിൽ അടക്കപ്പെട്ടിട്ടുണ്ട്, ആ വാതിൽ നീ തുറക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഹിദായത്ത് നൽകട്ടെ എന്ന് അദ്ദേഹം പറയുകയാണ്. കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനും അവനെ ദിക്ർ ചെയ്യാനും അവനോട് സംസാരിക്കുമ്പോൾ നിസ്കാരത്തിലുമൊക്കെ ഒരാൾക്ക് മാധുര്യം ലഭിക്കുക എന്നുള്ളത് വലിയൊരു നിഅമത്താണ്. നമുക്കറിയാം, അനുഗ്രഹങ്ങളിൽ റിസ്കുകളിൽ ഏറ്റവും വലിയ നിഅമത്താണ് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ലഭിക്കുക, തൗഫീഖ് ലഭിക്കുക എന്നുള്ളത്. പല ആളുകൾക്കും പലപ്പോഴും ആളുകൾ മനസ്സിലാക്കാത്ത കാര്യമാണ്, പാപങ്ങൾ കാരണത്താൽ അവന് വലിയ തൗഫീഖ് നഷ്ടപ്പെടും. ഇബാദത്തുകൾ ചെയ്യാനുള്ള വലിയ തൗഫീഖ് അവൻ്റെ പാപങ്ങൾ കാരണത്താൽ നഷ്ടപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നൽ അബ്ദ ലയഹ്റുമുർ റിസ്ഖ ബിദ്ദംബി യുസീബു, ഒരടിമ ചെയ്ത പാപം കാരണത്താൽ അവൻ്റെ റിസ്ക് തടയപ്പെടും. റിസ്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ, അവൻ്റെ കലാമായ ഖുർആൻ. അവനെ ഓർക്കുക, അവനെ ദിക്ർ ചെയ്യുക എന്നുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, മൻ ലം യഅനസ് ബിഹദീസില്ലാഹി അൻ ഹദീസിൽ മഖ്ലൂഖീൻ ഫഖദ് ഖല്ല ഇൽമുഹു വഅമിയ ഖൽബുഹു വദയ്യഅ ഉംറുഹു. അള്ളാഹുവിൻ്റെ സംസാരം കൊണ്ട് ഒരാൾ മാധുര്യം കണ്ടെത്തിയില്ല, എന്നിട്ട് പടപ്പുകളുടെ സംസാരം,
ആളുകളുമായി സംസാരിക്കുന്നതിൽ വ്യാപൃതമാണ്, സോഷ്യൽ മീഡിയകളിലൊക്കെ വ്യാപൃതമാണ്. അങ്ങനെ പടപ്പുകളുമായി കൂടിക്കലരാണ്, അങ്ങനെയാണ് അവൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഫഖദ് ഖല്ല ഇൽമുഹു, അവൻ്റെ അറിവ് വളരെ കുറവാണ്. വഅമിയ ഖൽബുഹു, അവൻ്റെ ഹൃദയം ഇരുട്ടിലായിട്ടുണ്ട്. വദയ്യ ഉംറുഹു, അവൻ്റെ ആയുസ് നഷ്ടമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മാലിക് ബിൻ ദീനാർ റഹിമഹുല്ല അദ്ദേഹം പറയുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾ അവർ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്ന ആളുകളായിരുന്നു. നമുക്കറിയാം ഖതാദ റഹിമഹുല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യൻ, അദ്ദേഹം കാന യഖ്തിമുൽ ഖുർആന ഫീ കുല്ലി സബഅ, റമദാൻ അല്ലാത്ത ബാക്കിയുള്ള ദിവസങ്ങളിൽ 7 ദിവസങ്ങളിൽ ഖുർആൻ ഖത്ം പൂർണ്ണമായി പാരായണം ചെയ്യുമായിരുന്നു. വ ഇദാ ജാഅ റമദാൻ ഖതമ ഫീ കുല്ലി 3, അങ്ങനെ റമദാൻ വന്നു കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്യും. നമ്മുടെ മുൻഗാമികൾ ഇങ്ങനെയായിരുന്നു. ഇമാം ശാഫിഈ റഹിമഹുല്ല അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ റബീഅ ഇബ്നു സുലൈമാൻ റഹിമഹുല്ല പറയുകയാണ്, യഖ്തിമു ഫീ കുല്ലി ജുമുഅത്തിൻ ഖത്മ. ഇമാം ശാഫിഈ റഹിമഹുല്ല സാധാരണ രീതിയിൽ എല്ലാ ആഴ്ചയിലും ഖത്മ തീർക്കുമായിരുന്നു. ഫഇദാ കാന ശഹ്റു റമദാൻ ഖത്മ ഫീ കുല്ലി ലൈലത്തിൻ മിൻഹു ഖത്മതൻ വഫീ കുല്ലി യൗമിൻ ഖത്മ. റമദാൻ മാസമായി കഴിഞ്ഞാൽ എല്ലാ രാത്രികളിലും ഒരു ഖത്മ തീർക്കും, അതുപോലെ തന്നെ പകലുകളിലും ഒരു ഖത്മ തീർക്കും. ഖുർആൻ പരിപൂർണമായി പാരായണം ചെയ്യും. വകാന യഖ്തിമു ഫീ ശഹ്ർ റമദാൻ 60 ഖത്മ. അദ്ദേഹം അൽ ഇമാം ശാഫിഈ റഹിമഹുല്ല റമദാൻ മാസത്തിൽ മാത്രം 60ഓളം ഖത്മ തീർക്കുമായിരുന്നു എന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാം. റബീഅ ഇബ്നു സുലൈമാൻ റഹിമഹുല്ല പറഞ്ഞതായി നമുക്ക് കാണാം. സഹോദരങ്ങളെ, അപ്പോൾ ഖുർആനിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവൻ ഖുർആൻ ധാരാളമായി കേൾക്കുന്ന ആളാണ്, അതുകൊണ്ട് ഉപകാരമുണ്ടാക്കുന്ന ആളാണ്. ആ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന ആളുകളാണ്. റബ്ബു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഖുർആനിൻ്റെ ആളുകൾ അവർക്കുണ്ടാകേണ്ട മറ്റൊരു വിശേഷണമാണ് അവർ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അന്നഹും യഖ്റഊന അൽ ഖുർആന കമാ അൻസലഹു അല്ലാഹ് യഖ്റഊന തറിയൻ കമാ അഖറഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ്റെ ആളുകൾ അവർ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ഖുർആൻ പാരായണം ചെയ്തത് അതുപോലെയാകണം അവനും പാരായണം ചെയ്യേണ്ടത്. വകമാ അഖറഅഹു അസ്ഹാബുഹു മിൻ ബഅദിഹിം ഇലാ സമാനിന, നമ്മുടെ കാലം വരെ നബി സഹാബത്തിനു ശേഷം തലഖയായിക്കൊണ്ട് അവിടുന്ന് അവരുടെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തു, അവരവരുടെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ രൂപത്തിൽ ഒരു ഉസ്താദിൽ നിന്നായിരിക്കണം ഒരാൾ ഖുർആൻ പഠിക്കേണ്ടത്. അതാ അബു അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ല അദ്ദേഹം ഒരാളിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, സഹാബിയിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുകയാണ്, ഖാല ഹദ്ദസനി അല്ലദീന കാനൂ യുഖ്റിഊന അൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു തരുന്ന ഒരു കൂട്ടം ആളുകൾ എനിക്ക് ഹദീസ് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് അബു അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ല പറയുകയാണ്. അങ്ങനെ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. അവൻ അയ്യഹ്രിസ അല അയ്യുഖ്രിജൽ ഹുറൂഫ ബിമഖാരിജിൽ അറബ്, ഓരോ അക്ഷരവും അതിൻ്റെതായ മഖ്റജിൽ പാരായണം ചെയ്യാൻ ശ്രമിക്കണം. ഏതുപോലെ ഐൻ ഐനായിക്കൊണ്ടും ഗൈൻ ഗൈനായിക്കൊണ്ടും ജീമും ഖാഫ് ഖാഫായിക്കൊണ്ടും ക്യാഫായിക്കൊണ്ടും ഒക്കെ മഖ്റജ് എങ്ങനെയാണോ അതേ രൂപത്തിൽ തന്നെ പാരായണം ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇത് ഖുർആനിൻ്റെ ആളുടെ വിശേഷണമാണ്. ഖുർആൻ എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചത് അതേ രൂപത്തിൽ തന്നെ തജ്വീദോടുകൂടി അവൻ ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കണം, അതിനുവേണ്ടി പഠിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ 2ാമത്തെ കാര്യമാണ് യകൂനു ദാലിക ബിദബ്തി ശക്ലിഹി ഫി റഫ്ഇ മർഫൂഇൻ വയുൻസബ് അൽ മൻസൂബ്. അതുപോലെ തന്നെ ഹറക്കാത്തുകൾ എന്താണ്, ദമ്മാണോ ഫത്ഹാണോ കസ്റാണോ? അറബി ഭാഷയിൽ നിങ്ങൾക്കറിയാം ഓരോ അക്ഷരത്തിൻ്റെ ഓരോ വാക്കിൻ്റെ ഹറക്കത്തുകൾ വ്യത്യാസം വന്നാൽ തന്നെ അതിൻ്റെ അർത്ഥം മാറുന്നതാണ്. നല്ല രൂപത്തിൽ തന്നെ അർത്ഥം മാറും. ഒരു ഫത്ഹ ദമ്മായാൽ അതുപോലെ തന്നെ ദമ്മ കസ്റായാൽ അർത്ഥം മാറുന്നതാണ് എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഖുർആൻ എങ്ങനെയാണ് ഇറങ്ങിയത് ആ രൂപത്തിൽ തന്നെ പാരായണം ചെയ്യാൻ ശ്രമിക്കണം. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഖുതുബ പറയവേ അവിടുന്ന് പറഞ്ഞു, അയ്യുഹൽ മുസ്ലിമൂൻ, ഓ മുസ്ലിങ്ങളെ, അഅരിബുൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ നല്ല രൂപത്തിൽ പാരായണം ചെയ്യുക. എങ്ങനെയാണ് ഖുർആൻ ഇഅറാബ് ചെയ്യുക?
അങ്ങനെ പറഞ്ഞാൽ അതായത് അതിൻ്റെ ഹറക്കത്തുകൾ ദമ്മായിക്കൊണ്ടും ഫത്ഹായിക്കൊണ്ടും കെസ്റായിക്കൊണ്ടും സുക്കൂനായിക്കൊണ്ടുമൊക്കെ ശരിയായ രൂപത്തിൽ പാരായണം ചെയ്യുക. അറബി ഭാഷയിൽ ഒരക്ഷരം ഒരു ഹറക്കത്ത് തെറ്റിയാൽ തന്നെ അതിൻ്റെ അർത്ഥം വലിയ രൂപത്തിൽ മാറുന്നതാണ്. അപ്പോൾ ഖുർആൻ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്? അതിൻ്റെ തജ്വീദിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യണം. നമുക്കറിയാം ഖുർആനിൻ്റെ വിഷയത്തിൽ അറിയപ്പെട്ട സഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരാൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കവേ ഒരാൾ പാരായണം ചെയ്തു, ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹ എന്ന ആയത്ത് പാരായണം ചെയ്ത്. നിങ്ങൾക്കറിയാം സകാത്തിൻ്റെ ആയത്താണ്, സകാത്തിൻ്റെ അവകാശികളെ പറയുന്ന ഈ ആയത്ത്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുകയാണ്, മാ ഹകദാ അഖറഅനീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെയല്ല പാരായണം ചെയ്തത്. എന്നിട്ട് തിരുത്തി കൊടുക്കുകയാണ്, ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ. സഹോദരങ്ങളെ, അപ്പോൾ അൽ ഫുഖറ എന്ന പദത്തിൽ അവിടെ മദ്ദുണ്ട് എന്ന രൂപത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരുത്തിക്കൊണ്ട് പാരായണം ചെയ്തു കൊടുക്കുകയാണ്. ഇദ്ദേഹം ഈ വിദ്യാർത്ഥി എങ്ങനെയാണ് ആദ്യം മദ്ദില്ലാത്ത രൂപത്തിൽ ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ എന്ന് പാരായണം ചെയ്തപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയല്ല പാരായണം ചെയ്യേണ്ടത്. പാരായണം ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാഇ. അവിടെ മദ്ദുണ്ട്, ആ രൂപത്തിൽ പാരായണം ചെയ്യണം. സഹോദരങ്ങളെ, ഈ മദ്ദില്ലാത്ത കാരണത്താൽ അവിടെ അർത്ഥവ്യത്യാസം ഒന്നുമില്ല. പക്ഷേ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണ്? വറത്തിലിൽ ഖുർആന തർത്തീൽ, അതിൻ്റെ ശരിയായ രൂപത്തിലാണ് നാം ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഖുർആൻ നല്ല രൂപത്തിൽ പാരായണം ചെയ്യുന്ന ആളുകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലദീ യഖറഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി മഅസ് സഫറത്തിൽ കിറാമിൽ ബററ. നല്ല രൂപത്തിൽ തെറ്റുകളൊന്നുമില്ലാതെ നല്ല രൂപത്തിൽ പാരായണം ചെയ്യുന്ന ആളുകൾ മഅസ് സഫറത്തിൽ കിറാമിൽ ബററ, മലക്കുകളുടെ കൂടെ ആയിരിക്കും അവരുടെ സ്ഥാനം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, വല്ലദീ യഖറഉൽ ഖുർആന വഹുവ ശാഖുൻ അലൈഹി. ഒരാൾ പ്രയാസപ്പെട്ടുകൊണ്ട് ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ഫലഹു അജ്റാൻ, അവർക്ക് 2 പ്രതിഫലമാണ്. അജ്റുൽ ഖിറാഅത്തി വ അജ്റുൽ മശഖ്ഖ. പ്രയാസപ്പെട്ടിട്ടും അവൻ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട് എന്നത് ആ 2 പ്രതിഫലം അവൻക്ക് ലഭിക്കുന്നതാണ്. അതിനർത്ഥം ഒന്നാമത്തെ കൂട്ടം ആളുകളെക്കാളും നല്ല ആളുകൾ രണ്ടാമത്തെ കൂട്ടം ആളുകളാണ് എന്നല്ല, മറിച്ച് ആ പ്രയാസപ്പെട്ട് അവർ ഖുർആൻ ഒഴിവാക്കാതെ പാരായണം ചെയ്യുന്നുണ്ട് എന്നതിന് പോലും അവർക്ക് കൂലിയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുകയാണ്. സഹോദരങ്ങളെ, അപ്പോൾ നാം മനസ്സിലാക്കി ഖുർആനിൻ്റെ ആളുകളുടെ വിശേഷണം. അവർ ഖുർആൻ ധാരാളമായി കേൾക്കുന്ന ആളുകളാണ്, അവർ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുന്ന ആളുകളാണ്, അവർ പാരായണം ചെയ്യുമ്പോൾ തജ്വീദിൻ്റെ നിയമങ്ങൾ അവർ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്ന ആളുകളാണ്. അടുത്തൊരു കാര്യമാണ്, 4മത്തൊരു കാര്യമാണ് ഖുർആനിൻ്റെ ആളുകൾ അന്ന സാഹിബൽ ഖുർആനി ലാ യഹുദ്ദുഹു ഹദ്ദ വ ഇന്നമാ യതഅമ്മലു ഫീ മആനി. ഖുർആനിൻ്റെ ആളുകൾ വെറുതെ പാരായണം ചെയ്തു പോവുകയില്ല. വ ഇന്നമാ യതഅമ്മലു ഫീ മആനി, അവർ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം ചിന്തിക്കും, അർത്ഥത്തെക്കുറിച്ച് പഠിക്കും. അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലാ തൻസുറുൽ ഖുർആന കനസ്രിദ് ദഖൽ. ഈത്തപ്പന നിലത്തേക്ക് ഇട്ടാൽ വിതറുന്നത് പോലെ അങ്ങനെ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യരുത്, മറിച്ച് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. അവർ ഖുർആൻ തദബ്ബുർ ചെയ്യുന്നില്ലേ, ഉറ്റാലോചിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അവരുടെ ഹൃദയങ്ങൾ ലോക്കിട്ട് പൂട്ടിയ ആ ഒരു അവസ്ഥയിലാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു പറയുകയാണ്, ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. ഈ ഖുർആനിനെ അറബി ഖുർആനാക്കിയത് ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടിയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കവേ പറയുകയാണ്, എങ്ങനെയാണ് ഖുർആൻ ചിന്തിക്കുക. വ അമ്മ തഅമ്മുലു ഫിൽ ഖുർആൻ ഫഹുവ തഹദീഖു നാദിറിൽ ഖൽബി ഇലാ മആനി. അവൻ്റെ ഹൃദയത്തെ കൊണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കും. വജംഇൽ ഫിക്രി അലാ തദബ്ബുരിഹി വ തഅഖുലിഹി, അങ്ങനെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നല്ല രൂപത്തിൽ ഉറ്റാലോചിക്കുവാനും. വഹുവൽ മഖ്സൂദു ബി ഇൻസാലിഹി, ഈ ഖുർആൻ ഇറക്കിയതിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ തദബ്ബുറാണ്.
ഈ അള്ളാഹുവിൻ്റെ കലാം ഉറ്റാലോചിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്. അള്ളാഹു പറഞ്ഞതുപോലെ കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് ലിയദ്ദബ്ബറു ആയാതി. ഈ കിതാബിനെ നാം ഇറക്കി എന്തിനു വേണ്ടിയാണ്? ലിയദ്ദബ്ബറു ആയാതി, അതിൻ്റെ ആയത്തുകളെ ഉറ്റാലോചിക്കാൻ വേണ്ടിയാകുന്നു. ലാ മുജറദ തിലാവതിഹി ബിലാ ഫഹ്മിൻ വലാ തദബ്ബുർ, ഒന്നും മനസ്സിലാകാതെ വെറുതെ വായിച്ചു പോകുക എന്നതല്ല ഒരാളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. മറിച്ച് അവൻ ഖുർആനിലെ അർത്ഥങ്ങൾ ചിന്തിക്കണം, അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിന് ആരും തന്നെ വിചാരിക്കേണ്ട ഈ അർത്ഥം പഠിക്കുക എന്നുള്ളത് വളരെ പ്രയാസമായ കാര്യമാണ്. അങ്ങനെയല്ല, മറിച്ച് നാം അതിനുവേണ്ടി ശ്രമിക്കുക. സൂറത്തുൽ ഫാത്തിഹ നാം ദിവസവും 17 തവണ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ തന്നെ ഖിസാറുൽ മുഫസ്സൽ, സൂറത്തുൽ ദുഹാ മുതൽ സൂറത്തുൽ നാസ് വരെ നാം എപ്പോഴും പാരായണം ചെയ്യുന്ന ഈ സൂറത്തുകൾ, അതിൻ്റെ അർത്ഥം നാം പഠിക്കാൻ ശ്രമിക്കുക. എനിക്കറിയുന്നൊരു സഹോദരനുണ്ട്, അദ്ദേഹം ദിവസവും ഫജറിന് ശേഷം, ഇപ്പം പ്രായം 10-50 വയസ്സിലൊക്കെ കഴിഞ്ഞ്, അദ്ദേഹം ദിവസവും ഫജറിന് ശേഷം ഖുർആനിൻ്റെ മലയാളം അർത്ഥം എടുത്തിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് ഖുർആൻ ഓരോ ആയത്ത് പാരായണം ചെയ്യുമ്പോഴും അദ്ദേഹം എന്ത് ചെയ്യും? ഈ അർത്ഥം നോക്കിയിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കും. അദ്ദേഹം അല്ലാഹുമ്മ ബാരിക് വഫഖഹുല്ലാ, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ ഒരു ആയത്ത് പാരായണം ചെയ്യുമ്പോൾ കറക്റ്റ് എങ്ങനെയാണോ തഫ്സീറിലുള്ളത് അതേ രൂപത്തിൽ അദ്ദേഹത്തിന് അർത്ഥം പറയാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം സ്ഥിരമായി ഫജറിന് ശേഷം അതേ രൂപത്തിലിരുന്ന് ഖുർആൻ പഠിക്കാൻ വേണ്ടി, ഖുർആൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ഇരുന്ന്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ആ ഖുർആൻ്റെ അർത്ഥം പഠിച്ചതിന് ശേഷം അറബിയിൽ പല കാര്യങ്ങളും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ തുടങ്ങി. ഇത് വേറെങ്ങും ഉള്ള ആളൊന്നല്ല, തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു സഹോദരനാണ്, ഞാനിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ് ഖുർആൻ പഠിക്കുക എന്നുള്ളത്. പക്ഷേ നമ്മൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മുൻഗാമികൾ ഖുർആൻ തദബ്ബുർ ചെയ്യുന്ന വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു. നാഫിഅ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, മാ ഖറഅ ഇബ്നു ഉമർ ഹാതൈനിൽ ആയതൈനി ഖത്ത് മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഇല്ലാ ബക. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ഇബ്നു ഉമർ കരയാതെ നിന്നിട്ടില്ല. ഏതാണ് ആയത്ത്? ഇൻ തുബ്ദു മാ ഫി അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ. നിങ്ങളുടെ നഫ്സിൽ നിങ്ങൾ എന്ത് കാര്യം അത് മറച്ചു വെച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഹിസാബ് ചെയ്യുക തന്നെ ചെയ്യും എന്നൊരു ആയത്ത് ഓതിക്കൊണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും കരയുമായിരുന്നു എന്ന് പറയുന്നതായി കാണാം. അതുപോലെ തന്നെ ഇമാം അശ്ശഅബി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഇദാ ഖറഅതൽ ഖുർആന ഫഅഫ്ഹിംഹു ഖൽബക്. നീ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിൻ്റെ മനസ്സിനെ, ഖൽബിനെ നീ അറിയിക്കുക. വഅസ്മിഉഹു ഉദ്നൈക്, നിൻ്റെ 2 ചെവികൾ കൊണ്ട് നല്ല ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് ഇമാം അശ്ശഅബി റഹിമഹുല്ലാ പറയുകയാണ്. ഒരിക്കൽ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നുഐം ഇബ്നു ഹമ്മാദ് റഹിമഹുല്ലാ വന്നിട്ട് പറഞ്ഞു, ഖറഅതുൽ ബാരിഹതൽ ഖുർആന ഫീ ലൈല. ഇന്നലെ ഞാൻ ഖുർആൻ ഒരു രാത്രി കൊണ്ട് പാരായണം ചെയ്തു തീർത്തു. അപ്പോൾ ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ കൊടുത്ത മറുപടി, ലാകിന്നി അഅരിഫു റജുലൻ ലം യസൽ ബാരിഹത യുകർറിർ അൽഹാകുമുത് തകാസുർ. എന്നാൽ എനിക്കൊരാളെ അറിയാം, അയാൾ ഇന്നലെ രാത്രി പാരായണം ചെയ്യാൻ തുടങ്ങിയ ഒരു ആയത്താണ് അൽഹാകുമുത് തകാസുർ. ഇപ്പോൾ വരെ അത് നിർത്തിയിട്ടില്ല, ഇപ്പോഴും അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇല സുബ്ഹ് മാ ഖദറ അയ്യുജാവിസ്ഹ യഅനി നഫ്സ. അദ്ദേഹം സ്വന്തത്തെക്കുറിച്ച് പറയാൻ, അദ്ദേഹത്തിന് ആ ആയത്ത് അൽഹാകുമുത് തകാസുർ എന്ന ആയത്ത് പാരായണം ചെയ്ത് അടുത്ത ആയത്ത് പാരായണം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ്. അൽഹാകുമുത് തകാസുർ എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള പൊങ്ങച്ചം, ദുനിയാവിലെ ഓരോ വിഭവങ്ങൾ കാണിച്ചുകൊണ്ടും ആ ഒരു പൊങ്ങച്ചം നിങ്ങളെ അശ്രദ്ധയിലാക്കി എന്നൊരായത്താണ് ഇതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഹഫ്സ് ബിൻ ഉമർ അൽ ജഅഫി റഹിമഹുല്ലാ പറയുകയാണ്, ദാവൂദ് അത്തായി റഹിമഹുല്ലാ അദ്ദേഹത്തിനുണ്ടായ ഒരു രോഗം, കുറേ ആയി രോഗം കൊണ്ട് ആളുകളൊക്കെ അന്വേഷിക്കുകയാണ്, എന്താണ് കാരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു ആയത്ത് പാരായണം ചെയ്ത് ആ പാരായണം ധാരാളമായി പാരായണം ചെയ്ത് അവസാനം അദ്ദേഹത്തിന് രോഗം വന്നു, പരലോകത്തെ പേടിച്ചുകൊണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികൾ ഇങ്ങനെയായിരുന്നു. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിലെ അർത്ഥം ആലോചിച്ചുകൊണ്ട്, ഉറ്റാലോചിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് നമ്മോട് പറയുന്നത് എന്നൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു നമ്മുടെ മുൻഗാമികളായ ആളുകൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഹലാവത്ത്, മാധുര്യം ലഭിക്കാൻ സഹായിക്കുന്നൊരു കാര്യം സലം അൽ ഖവ്വാസ് റഹിമഹുല്ലാ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മാധുര്യം ലഭിക്കാനായി ഞാൻ ചെയ്തു. ഖുൽതു ലിനഫ്സി യാ നഫ്സ് ഇഖ്റഇൽ ഖുർആൻ കഅന്നകി സമിഅതഹു മിനല്ലാഹ്.
ഹീന തകല്ലമ ബിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് അള്ളാഹു നിന്നോട് സംസാരിച്ചപ്പോൾ നീ അള്ളാഹുവിൽ നിന്ന് കേൾക്കുകയാണ് എന്ന് അള്ളാഹു നിന്നോട് സംസാരിക്കുകയാണ് എന്ന രൂപത്തിൽ നീ ഖുർആൻ പാരായണം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫജാഅത്തിൽ ഹലാവ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ മാധുര്യം നിനക്ക് ലഭിക്കുന്നതാണ് എന്ന് ഇദ്ദേഹം പറയുകയാണ്. സഹോദരങ്ങളെ, അപ്പോൾ അള്ളാഹുമായി അടുത്ത ആളുകൾ, ഖുർആനിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ പാരായണം ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങൾ ഓരോ ആയത്തുകളും ഉറ്റാലോചിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്നൊരു കാര്യം മനസ്സിലാക്കുക. നാം സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും എടുത്തു നോക്കിയാൽ അതിൽ തന്നെ ധാരാളം കാര്യങ്ങൾ ചിന്തിക്കുവാനുണ്ട്. ഒരായത്ത് കണ്ടാൽ അതിനെക്കുറിച്ച് ചോദിക്കുന്നവരായിരുന്നു സഹാബികൾ. അതിനെക്കുറിച്ച് വല്ല കാര്യങ്ങളും മനസ്സിലാകാതെ വന്നാൽ അവർ ചോദിക്കും. നമുക്കറിയാം, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. സത്യവിശ്വാസികൾ അവരുടെ ഈമാനിൽ ഒരക്രമവും കലരാതെ വന്ന ആളുകൾ അവരാകുന്നു ഉലൈക ലഹുമുൽ അംൻ, അവർക്കാകുന്നു അംൻ, നിർഭയത്വം. വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാകുന്നു സന്മാർഗം പ്രാപിച്ച ആളുകൾ എന്ന് ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബത്തിന് ആകെ പ്രയാസായി. സഹാബത്ത് റസൂലിനോട് ചോദിച്ചു, അയ്യുനാ ലം നദ്ലിം നഫ്സ, നമ്മൾ ആരാണ് പാപങ്ങൾ ചെയ്യാത്ത റസൂലെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെ ദുൽം എന്നുകൊണ്ട് ഉദ്ദേശം ഇവിടെ ശിർക്കാണ്. ശിർക്ക് ചെയ്യാതെ ഒരാൾ മരണപ്പെട്ടാൽ അവൻക്ക് നിർഭയത്വമുണ്ടാകും, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ സുമ്മ ലതുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം എന്ന ആയത്തിറങ്ങിയപ്പോൾ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹു നാളെ ചോദിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്ന് ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബത്തിന് പ്രയാസമായി. സഹാബത്ത് ചോദിക്കുകയാണ് റസൂലിനോട്, അയ്യുൻ നഈമി നുസ്അലു അൻ, ഏത് അനുഗ്രഹത്തെക്കുറിച്ചാണ് അള്ളാഹു നാളെ നമ്മോട് ചോദിക്കുക? കാരണം നമുക്കുള്ള പട്ടിണിയാണ്, ഇവിടെ ആകെയുള്ളത് നമ്മുടെ കയ്യിൽ വെള്ളവും ഈന്തപ്പനയും മാത്രമാണ്. അയ്യുൻ നഈമി നുസ്അലു അൻ, ഏത് അനുഗ്രഹത്തെക്കുറിച്ചാണ് അള്ളാഹു നാളെ നമ്മോട് ചോദിക്കുക എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹു സയകൂൻ, അതെ, ആ ഒരു ഈത്തപ്പനയും അതുപോലെ തന്നെ വെള്ളവും ആ വിഷയത്തിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ നിങ്ങളോട് ചോദിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, അപ്പോൾ ഖുർആൻ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ പാരായണം ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഖുർആനിൻ്റെ മാധുര്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഖുർആനിൻ്റെ ആളുകളുടെ വിശേഷണങ്ങളിൽപ്പെട്ട മറ്റൊരു വിശേഷണമാണ്, അഞ്ചാമത്തൊരു വിശേഷണമാണ്, അവർ ഖുർആൻ വെറും ഒരു പാരായണത്തിനുള്ളൊരു കിതാബ് മാത്രമാക്കി തീർക്കുന്നതല്ല. അവർ ആ കിതാബിനെ, അള്ളാഹുവിൻ്റെ സംസാരത്തെ അത് ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യുന്നവരാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലദീന ആതൈനാഹുമുൽ കിതാബ് യത്ലൂനഹു ഹഖ്ക തിലാവതിഹി ഉലൈക യുഅ്മിനൂന ബിഹി. ഈ കിതാബ് നൽകപ്പെട്ട ആളുകൾ യത്ലൂനഹു ഹഖ്ക തിലാവതിഹി, അവർ ശരിയായ രൂപത്തിൽ ആ കിതാബ് പാരായണം ചെയ്യുകയാണ്. ഉലൈക യുഅ്മിനൂന ബിഹി, അവരാകുന്നു അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്ങനെയാണ് നല്ല രൂപത്തിൽ പാരായണം ചെയ്യുക, അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അയ്യുഹില്ലൂന ഹലാല, ആ ഖുർആനിൽ പറഞ്ഞ ഹലാലായ കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തുക. വയുഹർരിമൂന ഹറാമ, ഹറാമായ കാര്യങ്ങൾ പാടെ വർജിക്കുക. വലാ യുഹർരിഫൂന അൻ മവാദിഇഹി, ഖുർആനിൽ യാതൊരു കാര്യവും അതിനെ വ്യാഖ്യാനിച്ച് തള്ളുകയില്ല എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇത്തബിഅ മാ ഊഹിയ ഇലൈക മിർ റബ്ബിക്, നബിയെ താങ്കൾക്ക് വഹിയായി ലഭിക്കപ്പെട്ട ഈ കാര്യം, ഈ കിതാബിനെ നീ പിൻപറ്റുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇഖ്തദി ബിഹി വഖ്തഫി അസറ, ആ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ പിൻപറ്റുക, ആ ഒരു അതിലെ ആസാറുകളൊക്കെ പിൻപറ്റുക. വഅമൽ ബിഹി, ആ ഖുർആൻ കൊണ്ട് ജീവിക്കുക. ഫഇന്നമാ ഊഹിയ ഇലൈക ഹുവൽ ഹഖ് ലാ മിർയത ഫീ, അല്ലാഹു താങ്കൾക്ക് വഹിയായി നൽകിയതെന്താണ്? സത്യം മാത്രമാണ്, അതിലൊരു സംശയവുമില്ല എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ്. സഹോദരങ്ങളെ, ഈ ഖുർആൻ എന്നത് വെറും ഒരു പാരായണത്തിന് മാത്രമുള്ള കിതാബല്ല, മറിച്ച് അത് തദബ്ബുർ ചെയ്യാനും അതിനെ ഉറ്റാലോചിക്കാനും ആ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുവാനും പ്രവർത്തിക്കുവാനുള്ള ഒരു കിതാബും കൂടിയാണ്. അൽ ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇന്ന ഔലൻ നാസി ബിഹാദൽ ഖുർആൻ മനിത്തബഅഹു വഇൻ ലം യഖറഅ, ഈ ഖുർആനുമായി അങ്ങേയറ്റം ബന്ധമുള്ള ആളുകൾ ആരാണ്?
അവർ ഈ ഖുർആനിനെ നല്ല രൂപത്തിൽ പിൻപറ്റിയ ആളുകളാകുന്നു. വ ഇല്ലം യഖ്റ, അവൻ ഖുർആൻ പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ പോലും നല്ല രൂപത്തിൽ പിൻപറ്റിയാലാണ് അവരാണ് ഖുർആനിൻ്റെ ആളുകൾ ആയിത്തീരുക. അതുപോലെ തന്നെ ഈ ഖുർആൻ ജീവിതത്തിൽ പകർത്തി ആ ഖുർആനുമായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാളെ ഖുർആൻ നമുക്ക് പാപമോചനമായിക്കൊണ്ടും അതുപോലെ തന്നെ സ്വർഗത്തിന് വേണ്ടിയും അള്ളാഹുവിനോട് തർക്കിക്കുന്നൊരവസ്ഥ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. യുഅ്താ ബിൽ ഖുർആൻ, നവാസ് ബിൻ സമആൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, യുഅ്താ ബിൽ ഖുർആൻ യൗമൽ ഖിയാമ, പരലോകത്തെ ഖുർആനിനെ കൊണ്ടുവരും. വ അഹ്ലഹു, അങ്ങനെ ഈ ഖുർആനിൻ്റെ ആളുകളെയും ആ ഖുർആൻ്റെ ആളുകൾ എങ്ങനെയാണ്? അല്ലദീന ഖാനു യഅമലൂന ബിഹി, ഈ ഖുർആൻ ജീവിതത്തിൽ പകർത്തി ജീവിച്ച ആളുകൾ, അവരുമായി ഈ ഖുർആൻ വരും. തഖദ്ദമുഹു സൂറത്തുൽ ബഖറ വ ആലു ഇമ്രാൻ, അതിന് മുമ്പിലായിക്കൊണ്ട് സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനും ഉണ്ടാകും. എന്നിട്ട് ഈ രണ്ട് സൂറത്തുകൾ 3 അവസ്ഥയിലായിക്കൊണ്ട് വരുമെന്ന്, 3 വിശേഷണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് നവാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എങ്ങനെയാണ്? കഅന്നഹുമാ ഗമാമതാൻ, 2 മേഘങ്ങളെ പോലെ ആയി വരും. ഔ ഗയായതാൻ, അല്ലെങ്കിൽ 2 തണലുകളെ പോലെ. ഔ ഖിറഖാൻ മിൻ തൈരിൻ സവാഫ്, അല്ലെങ്കിൽ 2 കൂട്ടം പക്ഷികളെ പോലെ. ഈ രൂപത്തിൽ വന്ന് ഈ ഖുർആനിൻ്റെ ആളുകൾ, ഈ ഖുർആനുമായി ജീവിച്ച ആളുകൾക്ക് വരുമായിരുന്നു. തുഹാജാനി അൻ സാഹിബിഹിമ, ഈ സൂറത്തുൽ ബഖറയുടെയും ആലു ഇമ്രാൻ്റെയും ആളുകൾക്ക് അവർ എന്ത് ചെയ്യും? റബ്ബിനോട് തർക്കിക്കും, എന്നയാളുടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, ഇദ്ദേഹത്തിൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഖുർആൻ നാളെ പരലോകത്ത് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നൊരവസ്ഥ വരെ ഖുർആനുമായി ജീവിക്കുന്ന ആളുകൾക്കുണ്ടാകും. സഹോദരങ്ങളെ, അപ്പോൾ ഖുർആനിൽ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറഞ്ഞത്, ആ കാര്യം പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിലേക്ക് പകർത്തി ജീവിക്കാൻ നാം ഏവരും ശ്രമിക്കേണ്ടതുണ്ട്. അൽ ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ പറയുകയാണ്, നസലൽ ഖുർആനു ലിയുഅമല ബിഹി, ഈ ആ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്. എന്നാൽ ജനങ്ങളാകട്ടെ ഫത്തഖദ അന്നാസു ഖിറാഅതഹു അമല, ജനങ്ങൾ ഈ ഖുർആനെ ഖിറാഅത്ത് മാത്രമാക്കി തീർത്തു, വെറും ഒരു പാരായണത്തിന് മാത്രമുള്ളൊരു കിതാബ് എന്ന് ആക്കി തീർക്കുകയാണ് ജനങ്ങളുടെ അവസ്ഥ എന്ന് ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ പറയുകയാണ്. മറ്റൊരു സലഫുകൾപ്പെട്ട മറ്റൊരു പണ്ഡിതൻ പറഞ്ഞു, ലാ യകുൻ ഹമ്മുക മതാ അഖ്തിമുൽ ഖുർആൻ, നീ ഒരിക്കലും ചിന്തിക്കേണ്ടത് ഈ ഖുർആൻ എപ്പോഴാണ്, അല്ലെങ്കിൽ ഈ സൂറത്ത് എപ്പോഴാണ് കഴിയുക എന്നല്ല നീ ചിന്തിക്കേണ്ടത്. വലാകിൻ വല്യകുൻ ഹമ്മുക മതാ അൻതഫിഉ ബിഹി, ഈ ഖുർആൻ കൊണ്ട് എപ്പോഴാണ് എനിക്ക് ഉപകാരമുണ്ടാകുക, ഈ ഖുർആൻ എപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുക, ഈ ഖുർആൻ എപ്പോഴാണ് എന്നെ 5 വഖത്ത് നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുക, എപ്പോഴാണ് എല്ലാ ഹറാമുകളും ഒഴിവാക്കാൻ ഈ ഖുർആൻ ഉണ്ടാവുക എന്നൊരു കാര്യമാണ് നീ ചിന്തിക്കേണ്ടത് എന്നൊരു കാര്യം ഇദ്ദേഹം പറയുകയാണ്. ഈ ഖുർആനിലുള്ള മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്തായിക്കൊണ്ട്, സന്മാർഗദർശനമായിക്കൊണ്ട് പറഞ്ഞു തന്ന പല കാര്യങ്ങളുമുണ്ട്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏറ്റവും നല്ല മാർഗത്തിലേക്ക്, സന്മാർഗത്തിലേക്കാകുന്നു ഈ ഖുർആൻ ക്ഷണിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തകഫലല്ലാഹു ലിമൻ ഖറഅൽ ഖുർആന വഅമില ബിമാ ഫീഹി അല്ലാ യുദില്ല ഫിദ് ദുനിയ വലാ യശ്ഖാ ഫിൽ ആഖിറ, ഈ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുകയും ആ ഖുർആൻ്റെ ആളായിത്തീരുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകുകയാണ്, അല്ലാ യുദില്ല ഫിദ് ദുനിയ, അവൻ ദുനിയാവിൽ വഴിപിഴക്കുന്നതല്ല, വ അല്ലാ യശ്ഖാ ഫിൽ ആഖിറ, അവൻ പരലോകത്തൊരിക്കലും നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെടുകയുമില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് ഖുർആനിൽ എന്താണ് ഖുർആനിൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ ഖുർആൻ എന്താണ് അറിയിക്കുന്നത് എന്നറിയണമെങ്കിൽ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്തിലേക്ക്, ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവിടുത്തെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് എന്താണ്? കാന ഖുലുഖുഹു അൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ ചെയ്യുന്നത്, അവിടുത്തെ പ്രവൃത്തി എങ്ങനെയാണ്, അത് ഖുർആനിലൂടെ അവിടുന്ന് പഠിച്ച കാര്യമാണ് എന്നൊരു കാര്യം നാം മനസ്സിലാക്കുക. ഈ ഖുർആൻ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നാം അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അബൂ ശുറൈഹ് അൽ ഖുസാഇ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖറജ അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അബ്ശിറു അബ്ശിറു, നിങ്ങൾ സന്തോഷിച്ചോളൂ.
എന്താണ് കാരണം? അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസ തഷ്ഹദൂന അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നില്ലേ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനെന്നും ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നില്ലേ എന്ന് സഹാബത്തിനോട് ചോദിച്ചു. സഹാബത്ത് പറഞ്ഞു അതെ. ഖാല, എന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആന സബബുൻ, ഈ ഒരു ഖുർആൻ എന്നത് ഒരു കയറിനെ പോലെയാണ്. തറഫുഹു ബിയദില്ലാ, അതിൻ്റെ ഒരറ്റം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. വതറഫുഹു ബി ഐദീക്കും, മറ്റൊരറ്റം നിങ്ങളുടെ കയ്യിലുമാണ്. ഫതമസ്സകൂ ബിഹി, ഈ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിക്കുക. ഫഇന്നകും ലൻ തദില്ലു വലൻ തഹ്ലികൂ ബഅദഹു അബദ, ഈ ഖുർആൻ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. സഹോദരങ്ങളെ, എന്താണ് ഈ ഖുർആനിലുള്ളത്? ഈ ഖുർആനിലുള്ള ചില കാര്യങ്ങൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ചുരുക്കിക്കൊണ്ട് പറയുകയാണ്. ഈ ഖുർആനിൽ ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ്. ഈ ഖുർആനിൽ ഉള്ള കാര്യങ്ങൾ അർ-റബ്ബുൽ മദ്ഊ ഇലൈഹി, റബ്ബ് സുബ്ഹാനഹു വ തആലയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഖുർആനിലുള്ളത്. വ തരീഖുൽ വുസൂലി ഇലൈഹി, ആ റബ്ബിലേക്ക് എത്താനുള്ള മാർഗം. മൂന്നാമത്തെ കാര്യം വമാ ലഹു മിനൽ കറാമത്തി ഇദാ ഖദിമ അലൈഹി, ഒരടിമ അള്ളാഹുലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അവൻ്റെ ആളായി കഴിഞ്ഞാൽ അവൻക്കുണ്ടാകുന്ന ഉപകാരങ്ങൾ, അവൻക്കുണ്ടാകുന്ന നേട്ടങ്ങളാണ് ഈ ഖുർആനിലുള്ളത്. അതുപോലെ തന്നെ ഖുർആനിലുള്ള മറ്റു കാര്യമാകുന്നു പിശാജ് ക്ഷണിക്കുന്ന കാര്യങ്ങൾ, ആ പിശാജിൻ്റെ വഴികളും, അതുപോലെ തന്നെ ആ പിശാജിൻ്റെ കാര്യങ്ങളിലേക്ക്, പിശാജിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയ ആളുകൾക്കുണ്ടാകുന്ന ശിക്ഷ, ഇതാകുന്നു ഈ ഖുർആനിലുള്ളത്. സത്യവിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും ഉള്ള പ്രതിഫലമാണ് ഈ ഖുർആനിലുള്ളത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുകയാണ്. സഹോദരങ്ങളെ, അപ്പോൾ ആരാണ് അള്ളാഹുവിൻ്റെ ആളുകൾ? ഖുർആനിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ അത് പാരായണം ചെയ്യുകയും അത് ജീവിതത്തിലേക്ക് പകർത്തുകയും നല്ല രൂപത്തിൽ പാരായണം ചെയ്ത് തദബ്ബുർ ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ആളുകൾ കൂടിയാകുന്നു. അതുപോലെ തന്നെ ഖുർആനുമായുള്ള ഉണ്ടാകേണ്ട ഖുർആനിൻ്റെ ആളുകൾക്കുള്ള മറ്റൊരു കാര്യമാകുന്നു സിഫാത്തു സാഹിബിൽ ഖുർആൻ മഅൽ ഖുർആൻ അന്നഹു മഅനിയുൻ ബിഹിഫ്ളി കലാമില്ലാ, അവർ ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുമാണ്. ഖുർആനിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഹാഫിളായ ആളാണ്, അല്ലാതെ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാടമാക്കിയ ആളാണ്, അതൊന്നും ഖുർആൻ പൂർണ്ണമായും മനഃപ്പാടമാക്കിയ ആൾ മാത്രമാണ് എന്നല്ല പറഞ്ഞത്. മറിച്ച് ഖുർആൻ മനഃപ്പാടമാക്കാൻ ശ്രമിക്കുകയും അത് ജീവിതത്തിലേക്ക് പകർത്തുകയും ആ ഖുർആനിനെ നേതാവാക്കി സ്വീകരിക്കുകയും ആ ഖുർആൻ കൊണ്ട് ജീവിക്കുകയും ഖുർആൻ സ്വഭാവമാക്കി മാറ്റുകയും ചെയ്യുന്ന ആളാകുന്നു യഥാർത്ഥത്തിൽ ഖുർആൻ്റെ ആളുകൾ. ആ ഖുർആൻ്റെ ആളുകൾ ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഇൻ യദ്ഹബ അഹദുക്കും ഫയഹ്ഫള സൂറത്തൈൻ, ഇവിടുന്ന് ഒരാൾ പോയി 2 സൂറത്തുകൾ ഹിഫ്ള് ചെയ്യുക, അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് 2 സൂറത്തുകൾ ഹിഫ്ള് ചെയ്യുക, അതിനേക്കാളും അവൻക്ക് അതാകുന്നു ഖൈറുല്ലഹു മിൻ നാഖതൈനി സമീനതൈൻ, 2 തടിച്ച ഒട്ടകങ്ങളെക്കാളും ഖൈറായ കാര്യമാകുന്നു അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് 2 സൂറത്തുകൾ ഹിഫ്ള് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഓരോ സത്യവിശ്വാസികളും അവരെന്ത് ചെയ്യണം? ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ ശ്രമിക്കണം. ഓരോ ആയത്തുകളും നാളെ പരലോകത്ത് ഹിഫ്ള് ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രതിഫലം നാം പറഞ്ഞു. ഓരോ ആയത്തുകളും പാരായണം ചെയ്യുന്നതിനനുസരിച്ച് നാളെ പദവികൾ കൂടി വരുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കുള്ള അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പല ആളുകൾക്കുമുള്ള പരാതി, എനിക്ക് പ്രായം അങ്ങേയറ്റമെത്തി, എനിക്ക് ഇത്ര വയസ്സായി, 40 വയസ്സായി, 50 വയസ്സായി, ഇനിങ്ങനെയാണ് ഞാൻ ഖുർആൻ പാരായണം ചെയ്യുക. ഒരിക്കൽ മദീനയിലെ പണ്ഡിതനായ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ഹഫിളഹുല്ലാ, അദ്ദേഹത്തോട് ഒരാൾ വന്ന് ചോദിച്ചു, ഹൽ യസ്തതിഉൽ മർ അൻ യഹ്ഫദൽ ഖുർആൻ ബഅദ ഉംരിഹി 50, ഒരാൾക്ക് 50 വയസ്സായി കഴിഞ്ഞാൽ അതിനുശേഷം ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, നഅം സാധിക്കും, വ അന മിമ്മൻ ഹഫദൽ ഖുർആൻ ബഅദൽ 50, ഞാൻ ഹിഫ്ള് ചെയ്ത്, ഞാൻ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ ഹിഫ്ള് ചെയ്തത് 50 വയസ്സിന് ശേഷമാണ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്, അദ്ദേഹത്തിന് 90ഓളം വയസ്സായി ഹഫളഹുല്ലാ. അദ്ദേഹം എന്നിട്ട് പറഞ്ഞു, വസ്സഹാബത്തു അദ്റകഹുമുൽ ഇസ്ലാം വഹും കിബാർ വബഅദ ദാലിക ഹഫളു, സഹാബത്തിനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അവരൊക്കെ ഖുർആൻ ഹിഫ്ള് ചെയ്തത് അവർ വലിയ പ്രായമെത്തിയതിനു ശേഷമാണ്, അതിനുശേഷം പോലും അവർ ഖുർആൻ ഹിഫ്ള് ചെയ്തു എന്നാണ് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഹഫളഹുല്ലാ പറഞ്ഞത്. സഹോദരങ്ങളെ, അപ്പോൾ ഈ ഖുർആനിൻ്റെ ആളാവുക എന്ന് പറഞ്ഞാൽ ഖുർആൻ അത് മനഃപ്പാടമാക്കുകയും ഖുർആൻ അത് ധാരാളമായി പാരായണം ചെയ്യുകയും ഖുർആൻ ജീവിതത്തിലേക്ക് പകർത്തുകയും ആ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തദബ്ബുർ ചെയ്യുകയുമൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഖുർആനിൻ്റെ ആളുകൾ. അങ്ങനെ ഖുർആൻ ജീവിതത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ ഹൃദയങ്ങളിൽ വളരെ വലിയ വ്യത്യാസങ്ങളാണ് ഉണ്ടാവുക.
പണ്ഡിതന്മാർ പറയുകയാണ്, ഫഇന്ന അഹ്ലൽ ഖുർആൻ ഇദാ ദുക്കിറൂ ബിൽ ഖുർആനി തദക്കറു, അവർക്ക് ഖുർആനെ കുറിച്ച് പറയപ്പെട്ടാൽ അവർ ഓർക്കും. വഇദാ വഇദൂ ബിൽ ഖുർആനി ഇൻസജറു, ഇങ്ങനൊരു കാര്യം ഖുർആനിലുണ്ട്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരത് ശ്രദ്ധിച്ച് ആ കാര്യം ഒഴിവാക്കും. വഇദാ ഹുവ്വിഫൂ ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് പേടിപ്പിക്കപ്പെട്ടാൽ അവരത് ഭയപ്പെടും. ഹാദിറുദ്ദം, അവർ കരഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കും. ഹറാമായ കാര്യങ്ങളൊക്കെ അവർ ഒഴിവാക്കുന്നതാണ് എന്നാണ് ഖുർആനിൻ്റെ ആളുകളുടെ വിശേഷണം. നമുക്കറിയാം, ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് ഒരാൾ വന്നു. എന്നിട്ട് ആ വന്ന ആൾ പറഞ്ഞു, അവിടുന്ന് അമീറുൽ മുഅ്മിനീനാണ്, അമീറാണ്. ആ സാഹചര്യത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അടുക്കിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, വല്ലാഹി മാ തുഅതീനൽ ജസൽ വമാ തഹ്കുമു ബൈനനാ ബിൽ അദ്ൽ. ഉമറെ, താങ്കൾ നമുക്കിടയിൽ നീതി കൊണ്ടല്ല കൽപ്പിക്കുന്നത്, താങ്കൾ കുറേ കാര്യമൊന്നും നമുക്ക് നല്ല കാര്യങ്ങളൊന്നും നൽകുന്നില്ല എന്ന് ഉമർ റളിയല്ലാഹുവിനോട് മോശം രൂപത്തിൽ സംസാരിച്ചപ്പോൾ ഫഗദിബ ഉമർ റളിയല്ലാഹുവിന് ദേഷ്യം വന്നു. ഹത്ത ഹമ്മ ബി അയ്യഖ ബിഹ്, അങ്ങനെ ഉമർ റളിയല്ലാഹുവിന് തോന്നി അദ്ദേഹത്തെ ശിക്ഷിക്കണം എന്ന് പോലും തോന്നി. അപ്പോൾ അവിടെ സദസ്സിലുണ്ടായ ഒരു പണ്ഡിതൻ, ഒരു സഹാബി പറഞ്ഞു, ഖാൽ ഹുർ യാ അമീറുൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ, ഇന്നല്ലാഹ തആല ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു തൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടില്ലേ, ഖുദിൽ അഫ്വ, ഒരായത്ത് ഓതി, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫ് വഅരിദ് അനിൽ ജാഹിലീൻ, വിട്ടുകൊടുക്കുക, വഅ്മുർ ബിൽ ഉർഫ്, നല്ല കാര്യങ്ങൾ കൽപ്പിക്കുക, വഅരിദ് അനിൽ ജാഹിലീൻ, വിഡ്ഢികളുടെ അടുക്കൽ നിന്ന് തിരിഞ്ഞു കളയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ അമീറുൽ മുഅ്മിനീൻ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഇദ്ദേഹം പറഞ്ഞപ്പോൾ, എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, വ ഇന്ന ഹാദാ മിനൽ ജാഹിലീൻ, ഈ വന്ന ആളിതാ ജാഹിലീങ്ങളിൽപ്പെട്ട ഒരാളാണ്. ഫവല്ലാഹി മാ ജാവസഹ ഉമർ ഹീന തലാഹ അലൈ, ഈ ആയത്ത് ഓതിയതിനു ശേഷം ഉമർ അള്ളാഹൻ അതിനുള്ള പ്രതികാരം ചെയ്തില്ല, അവിടെ അനങ്ങാതെ നിന്നു. വക്കാന വഖാഫൻ ഇൻദ കിതാബില്ല, അദ്ദേഹം അള്ളാഹുവിൻ്റെ കിതാബിൽ വഖാഫായിരുന്നു, അവിടെ നിലകൊണ്ട ആളായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ, അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ അത് മതി, അതിനുശേഷം മറ്റൊരു കാര്യം വേണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷങ്ങളായി പറയുകയാണ്, യുഹില്ലഹും അത്തയ്യിബാത്ത് വയുഹർരിമു അലൈഹിം ഖബായിസ് വയദഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ ലത്തി കാനത് അലൈഹിം. 4 വിശേഷണങ്ങൾ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൽപ്പിക്കുന്നത് എന്താണ്? യഅ്മുറുഹും ബിൽ മഅറൂഫ്, നല്ല കാര്യങ്ങളാണ് കൽപ്പിക്കുന്നത്. വയൻഹാഹും അനിൽ മുൻകർ, മോശ കാര്യങ്ങളാണ് വിലക്കുന്നത്. വയുഹില്ലഹും അത്തയ്യിബാത്ത്, അവിടുന്ന് ഹലാലാക്കിയത് ഏറ്റവും നല്ല കാര്യങ്ങളാണ്. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, മോശമായ കാര്യങ്ങളാണ് അവിടുന്ന് ഹറാമാക്കിയത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താനും അതുപോലെ തന്നെ അവിടുന്ന് വിലക്കിയ കാര്യങ്ങളൊക്കെ പാടെ വർജിക്കാനും അവരെ അങ്ങേയറ്റം സഹായിക്കും. അവരുടെ ഹൃദയങ്ങൾ, ഖുർആൻ വഹിച്ച ആളുകളുടെ ഹൃദയം അങ്ങേയറ്റം ലോല മനസ്സുള്ള ആളുകളായിരിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, തഖ്ശഇറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ. അങ്ങനെ അവരുടെ രോമങ്ങൾ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേടിച്ചുകൊണ്ട് അവരുടെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് നീങ്ങുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഖതാദ റഹിമഹുല്ലാ പറഞ്ഞു, ഹാദാ നഅ്തു ഔലിയാ ഇല്ലാ ഫി കിതാബില്ലാ അന്നഹു തഖ്ശഇറു ഖുലൂബുഹും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കളുടെ വിശേഷണമാണ്. അവരുടെ ഹൃദയം ലോലമായ ഹൃദയമാണ്. വതജ്മഉ അഅ്യുനുഹും ലില്ലാ, അവരുടെ കണ്ണുകൾ അല്ലാഹുവിനു വേണ്ടി ഒഴുകുന്നതാണ് എന്ന് പറയുകയാണ്. ഖാല ഖതാദ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലം യദ്കുരില്ലാഹു മിൻ നഅ്തിഹിം അന്നഹും കാനൂ യസ്റഖൂൻ, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അട്ടഹസിച്ച് കരയും എന്നല്ല പറഞ്ഞത്. വല അന്നഹു കാന യുഗ്ശാ അലൈഹിം, ബോധം കെട്ട് വീഴും എന്നല്ല പറഞ്ഞത്. വ ഇന്നമാ ഹാദാ നഅ്തു അഹ്ലിൽ ബിദ്അഇ മിനശ് ശൈത്താൻ, ഇങ്ങനെയൊക്കെ അട്ടഹസിച്ച് കരയുന്നതും അതുപോലെ തന്നെ ആ രൂപത്തിൽ വീഴുന്നതുമൊക്കെ അത് ബിദ്അത്തിന്റെ ആളുകളുടെ ശൈത്താൻ്റെ വിശേഷണമാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. സഹോദരങ്ങളെ, അപ്പോൾ നാം നമ്മുടെ ഖുർആനുമായുള്ള ബന്ധം നാം എത്രത്തോളം എന്ന് നാം എപ്പോഴും ചിന്തിക്കുക. അതുപോലെ തന്നെ ഈ ഖുർആനിൻ്റെ ആളുകൾ അവർ പടപ്പുകളോട് വിനയം കാണിക്കുന്ന ആളുകളായിരിക്കും. അവർ മോശമായി പെരുമാറുകയില്ല. അബൂബക്കർ അൽ-ആജുരി റഹിമഹുല്ലാ ഖുർആനിൻ്റെ ആളുകളുടെ വിശേഷണമായി കൊണ്ട് പറയുകയാണ്, വയതവാദഊന ലിഅഹ്ലിഹി വലിമൻ തഅല്ലമ. ഈ ഖുർആൻ പഠിക്കുന്ന ആളുകൾ, ഖുർആനിൻ്റെ വാഹകർ, ഖുർആനിൻ്റെ ആളുകൾക്ക് വേണ്ടി വിനയമുള്ളവരായിത്തീരുന്നതാണ് എന്ന് ഇദ്ദേഹം പറയുകയാണ്. വലമ്മ ദുക്കിറ സിഫാത്ത് അല്ലദീന യതഅല്ലമൂന ഖുർആൻ ലിദ്ദുനിയ,
എന്നാൽ ദുനിയാവിന് വേണ്ടി പഠിക്കുന്ന ആളുകളാണെങ്കിലോ വമിൻ സിഫാത്തിഹിം അന്നഹും യതകബ്ബറൂന ബഅദ ഖിറാഅതിഹി അലാ ഖൽഖില്ലാ, ദുനിയാവിന് വേണ്ടി ഖുർആൻ പഠിക്കുന്ന ആളുകളാണെങ്കിൽ അവർ അഹങ്കരിച്ച് നടക്കും. വലാ യതവാദഊന ബിഹി, അവർ ഒരിക്കലും വിനയാന്യതരായി നിൽക്കുകയില്ല എന്നാണ് ഇദ്ദേഹം അബൂബക്കർ അൽ ആജുരി റഹിമഹുല്ലാ പറഞ്ഞത്. ഇമാം അൽ ഹസൻ അൽ ബസരി റഹിമഹുല്ലാ പറഞ്ഞു, അന്നൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസി എന്ത് ചെയ്യണം? യഖ്തബിറു നഫ്സഹു ഇൻദൽ ഖുർആൻ, ഖുർആനുമായി അവൻ തട്ടിച്ചു നോക്കണം അവൻ്റെ നഫ്സ്. എത്രത്തോളമാണ് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? ഖുർആനിന് വിലക്കിയ കാര്യങ്ങൾ ഞാൻ പാടെ വർജിച്ചിട്ടുണ്ടോ? ഖുർആനാണോ എൻ്റെ സ്വഭാവം? എൻ്റെ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവുമായി ബന്ധമുണ്ടോ എന്നൊക്കെ അവൻ ചിന്തിക്കണം. ഫൈൻ ഖാന മിൻ അഹ്ലിൽ ഖുർആൻ ശഖറല്ലാഹ്, അവൻ ഖുർആനിൻ്റെ ആളാണെങ്കിൽ അവൻ അള്ളാഹുവിനെ ശുക്ർ ചെയ്യട്ടെ. വഹമിദ വസഅലഹു സിയാദ, അവൻ സ്തുതി ചെയ്ത് അള്ളാഹുവിനോട് ധാരാളമായി ചോദിച്ചുകൊള്ളട്ടെ. വഇൻ കാന അലാ ഗൈരി ദാലിക്, എന്നാൽ ഖുർആനുമായി ഒരു ബന്ധമില്ല, ഖുർആൻ പാരായണം ചെയ്യുന്നില്ല, ഖുർആൻ്റെ സ്വഭാവം ജീവിതത്തില്ല, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഫഇന്നഹു ഹീന ഇദൻ യുറാജിഉ നഫ്സ, അവൻ സ്വന്തത്തോട് ഹിസാബ് ചെയ്യട്ടെ. വയുഹാസിബുഹാ ഖബല യുഹാസിബഹല്ലാഹ്, നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഹിസാബ് ചെയ്യുന്നതിന് മുമ്പായി അവൻ സ്വന്തത്തെ ഹിസാബ് ചെയ്തു കൊള്ളട്ടെ എന്നാണ് അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞത്. സഹോദരങ്ങളെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു, നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പായി നിങ്ങൾ വിചാരണ ചെയ്യുക. വസിനുഹാ ഖബല അൻ തൂസനു, മീസാനിൽ നാളെ വെക്കപ്പെടുന്നതിന് മുമ്പായി നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നഫ്സിനെ മീസാനിൽ വെക്കുക. ഞാൻ അഹ്ലുൽ ഖൈറാണോ, നന്മയുടെ കൂട്ടത്തിലാണോ, ഈ ഖുർആനിൻ്റെ ആളാണോ, അതുപോലെ തന്നെ ഖുർആനിൽ നിന്ന് ഖുർആനുമായി ബന്ധമുള്ള ആളാണോ എന്ന കാര്യമൊക്കെ അവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അവസാനമായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ഖുർആനിൻ്റെ ആളുടെ വിശേഷണമായിക്കൊണ്ട് മൊത്തത്തിൽ ഒന്ന് ചുരുക്കിക്കൊണ്ട് ഇദ്ദേഹം പറയുകയാണ്, നാം അങ്ങേയറ്റം ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരസറാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യജിബു അലാ ഹാമിലിൽ ഖുർആൻ അയ്യുഅറഫ ബിലൈലിഹി ഇദിൻ നാസു നായിമൂൻ, ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ അവൻ്റെ രാത്രി കൊണ്ട് അറിയുക എന്നുള്ളത്, അള്ളാഹുലേക്ക് അടുക്കുക എന്നുള്ളത് ഖുർആനിൻ്റെ ആളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. വയജിബു അയ്യുഅറഫ ബിനഹാരിഹി ഇദിൻ നാസു മുഫ്തിറൂൻ, രാത്രികളിൽ നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുവാനും അതുപോലെ തന്നെ പകലുകളിൽ വയജിബു അയ്യുഅറഫ ബിനഹാരിഹി ഇദിൻ നാസു മുഫ്തിറൂൻ, ജനങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ച് അങ്ങനെ നടക്കുന്നൊരു സാഹചര്യത്തിലാണെങ്കിൽ ഖുർആനിൻ്റെ ആളുകൾ നോമ്പ് നോറ്റ് അള്ളാഹുലേക്ക് അടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാകണം. അവൻ നോമ്പിലായിരിക്കും. വയജിബു അയ്യുഅറഫ ബിസംതിഹി ഇദിൻ നാസു യഖൂദൂൻ, ആളുകളൊക്കെ ഫിത്നയുടെ വിഷയം സംസാരിക്കുകയാണ്, ആളുകളൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണ് അവർ ദുനിയാവിൽ വ്യാപൃതമാകുകയാണ്. ഇങ്ങനെയാണ് ആളുടെ അവസ്ഥയെങ്കിൽ വയജിബു അയ്യുഅറഫ ബിസംതി, അവൻ അനങ്ങാതെ നിൽക്കണം, അവൻ മിണ്ടാതെ നിൽക്കണം. അങ്ങനെയാകണം ഖുർആനിൻ്റെ ആളുകൾ. വയുഅറഫ ബിവറഇഹി ഇദിൻ നാസു യഖ്തലിത്തൂൻ, ആളുകളൊക്കെ കൂടിക്കലർന്നുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് വ്യാപൃതമായിക്കൊണ്ട് അങ്ങനെ ജീവിക്കുമ്പോൾ ഖുർആനിൻ്റെ ആളെ സംബന്ധിച്ചിടത്തോളം അവന് അനിവാര്യമാണ് എന്ത്? തഖ്വ കൊണ്ടും വറഅു കൊണ്ടും അള്ളാഹുലേക്ക് അടുക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ, ഖുർആനിൻ്റെ ആളുകളുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിക്കൂടാ. അൽ ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, മിൻ അലാമാതി ഇഅറാദില്ലാഹി അനിൽ അബ്ദി അയ്യസ്ഗലൽ അബ്ദു ഫീമാ ലാ യഅനി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞു എന്നതിനുള്ള അടയാളമാണ് അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വ്യാപൃതമാകുക എന്നുള്ളത്. അങ്ങാടിയിലെ സംസാരങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ സംസാരത്തിലും അതുപോലെ കളി തമാശയിലും ഒക്കെ വ്യാപൃതമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യാനോ 5 വഖത്ത് പള്ളിയിൽ ജമാഅത്തിന് വരാനോ അതുപോലെ തന്നെ നല്ല രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യുവാനോ, എത്രത്തോളം എന്നാൽ ഇത്രയും കാലം 30, 40, 50 ഒക്കെ വയസ്സായിട്ടും ഒരു പ്രാവശ്യം പോലും അള്ളാഹുവിൻ്റെ കലാം പൂർണ്ണമായി പാരായണം ചെയ്യാൻ പോലും സാധിക്കാത്ത എത്രയോ ആളുകൾ അങ്ങനെ ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്നങ്ങേറ്റം നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ കലാമുമായി നമ്മുടെ ബന്ധം എങ്ങനെയാണ്? നാം ധാരാളമായി പാരായണം ചെയ്യുന്നുണ്ടോ? ഓരോ ആയത്തുകൾ കൂടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ അവസ്ഥ പറഞ്ഞില്ലേ, ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം നടുങ്ങും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, അള്ളാഹുവിൻ്റെ ആയത്ത് പാരായണം ചെയ്താൽ അവൻ്റെ ഈമാൻ വർദ്ധിക്കും. ഇത് സത്യവിശ്വാസിയുടെ വിശേഷണമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈ വിശേഷണം എന്നിലും നിങ്ങളിലും ഉണ്ടോ എന്ന് നാം അങ്ങേയറ്റം എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ജീവിച്ചത് ആ രൂപത്തിൽ
നാം ജീവിക്കാൻ അങ്ങേയറ്റം ശ്രമിക്കുക. സഹോദരങ്ങളെ, ഈ ഖുർആനുമായി നമുക്ക് പലപ്പോഴും നല്ല രൂപത്തിൽ ബന്ധമില്ലാതിരിക്കാനുള്ള കാരണം നമ്മളെ പാപങ്ങളായിരിക്കും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നിങ്ങൾക്കറിയാം. അവിടുന്ന് പറയുകയാണ്, ലൗ തഹിറത് ഖുലൂബുക്കും ലമാ ശബിഅതും മിൻ കലാമി റബ്ബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധമാണെങ്കിൽ ലമാ ശബിഅതും മിൻ കലാമി റബ്ബിക്കും, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ പാരായണം ചെയ്തിട്ട് നിങ്ങൾക്ക് മതിയാവില്ല. അത്രയുമുണ്ട് അള്ളാഹുവിൻ്റെ കലാമിലുള്ള മാധുര്യം. അതിൻ്റെ മാധുര്യം നമുക്ക് ലഭിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? നമ്മുടെ ഹൃദയത്തിലുള്ള പാപക്കറകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയം എല്ലാവിധ അതിൽ നോക്കി ശുദ്ധീകരിക്കുമാറാകട്ടെ. അൽ ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ പറയുകയാണ്, റഹിമല്ലാഹു അബ്ദൻ, ഒരടിമക്ക് അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ, അറദ നഫ്സഹു വ അമലഹു അലാ കിതാബില്ലാ, അവൻ്റെ നഫ്സും അവൻ്റെ അമലുകളൊക്കെ അള്ളാഹുവിൻ്റെ കലാമുമായി തട്ടിച്ചു നോക്കുകയാണ്. ഫൈൻ വാഫഖ കിതാബ് അല്ലാഹി വസുന്നത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹമിദല്ലാഹ വസഅലഹു സിയാദ, അവൻ്റെ പ്രവർത്തനങ്ങളും അവൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ കിതാബും സുന്നത്തുമായി നല്ല രൂപത്തിൽ പോവുകയാണെങ്കിൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കട്ടെ. രാത്രി നിസ്കാരം, ഖുർആൻ പാരായണം, ദിക്റുകൾ, അനാവശ്യ സംസാരങ്ങളും കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക, ഈ ഒരു കാര്യത്തിലൊക്കെയാണ് ഒരടിമ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളുകയും ഈ ഒരു അവസ്ഥയിൽ നല്ല രൂപത്തിൽ ഇനിയും വർധന വേണ്ടി അവൻ ദുആ ചെയ്തു കൊള്ളട്ടെ. വൈൻ ഖാലഫ കിതാബ് അല്ലാഹ്, ഇനി അവൻ്റെ അവസ്ഥ അള്ളാഹു കിതാബിൽ പറഞ്ഞതുപോലെയല്ല, നല്ല രൂപത്തിലല്ല, ഖുർആനുമായി നല്ല ബന്ധമില്ല, ദിക്റുകളില്ല, ഇങ്ങനെയാണെങ്കിൽ അഅതബ നഫ്സ, അവൻ്റെ നഫ്സിനെ കുറ്റം പറയട്ടെ. വലാമഹ, അതിനെ മോശമായി എപ്പോഴും ചിത്രീകരിക്കട്ടെ. വറജഅൻ ഖരീബ്, എന്നിട്ട് പെട്ടെന്ന് തന്നെ അവൻ മാറാൻ ശ്രമിക്കട്ടെ എന്ന് അൽ ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ പറയുകയാണ്. സഹോദരങ്ങളെ, ഈ ഖുർആൻ പഠിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് നൽകിയ വലിയൊരു നിഅമത്താണ്. നാം ഖുർആൻ പഠിക്കാനും അത് പഠിപ്പിക്കാനും അതിനുള്ള ആളുകളായി തീരുവാനും പഠിക്കുന്ന ആളുകളെ സഹായിക്കാനും ഒക്കെ അങ്ങേയറ്റം ശ്രമിക്കേണ്ടതുണ്ട്. എന്നാൽ നാം പഠിക്കുമ്പോൾ നാം അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യമാണ് ഇഖ്ലാസോടുകൂടി പഠിക്കുക. അള്ളാഹുവിൻ്റെ വജ്ഹായിരിക്കണം നാം ഉദ്ദേശിക്കേണ്ടത്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഇയതുൽ ബിക സമൻ ഫസതറ അന്നാസ അസ്നാഫൻ സലാസ, കാലം കഴിഞ്ഞു പോയാൽ ജനങ്ങളെ മൂന്നവസ്ഥയിലായിക്കൊണ്ട് നിനക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു കൂട്ടം ആളുകൾ മൈ യഖ്റഉൽ ഖുർആന ലില്ലാഹ്, അവർ ഖുർആൻ പാരായണം ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. മറ്റു കൂട്ടം ആളുകൾ വമൻ യഖ്റഉൽ ഖുർആന ലിദ്ദുനിയ, ഒരു കൂട്ടം ആളുകൾ ദുനിയാവിന് വേണ്ടിയാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്. മറ്റു കൂട്ടം ആളുകൾ വമൻ യഖ്റഉൽ ഖുർആന ലിയുജാദില ഫീഹി, ഖുർആൻ്റെ വിഷയത്തെ തർക്കിക്കാൻ വേണ്ടി, അവന് കുറച്ച് അറിവ് കിട്ടി എന്നിട്ട് ആ ഖുർആനുമായി തർക്കിക്കാൻ വേണ്ടി നടക്കുന്ന ആ മൂന്ന് കൂട്ടം ആളുകളും അവസാന കാലത്തിൽ കടന്നു വരുമെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, അപ്പോൾ ഖുർആൻ പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി അങ്ങനെ ആയിത്തീരുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഖുർആൻ പഠിച്ച ആളുകൾ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്നതാണ്. ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു യാത്രയിൽ മക്കയിൽ അദ്ദേഹം അമീറുൽ മുഅ്മിനീനായിരിക്കവേ ഒരു ഗവർണറായി ഒരാളെ നിശ്ചയിച്ചു, ഇബ്നു അബ്സ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അസ്ഫാൻ എന്ന സ്ഥലത്തെത്തിയപ്പോൾ നാഫി റഹിമഹുല്ലാ അദ്ദേഹം ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, ആരെയാണ് മക്കയിൽ ഇപ്പോൾ താങ്കൾക്ക് പകരമായി നിശ്ചയിച്ചത്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇബ്നു അബ്സയാണ് ഞാൻ നിശ്ചയിച്ചത്. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, മൻ ഇബ്നു അബ്സ, ആരാണ് ഈ ഇബ്നു അബ്സ എന്ന് പറഞ്ഞ ആളാരാണ്? അദ്ദേഹം ഉമർ റളിയല്ലാഹു പറഞ്ഞു, മൗല മിൻ മവാലീന, ഒരടിമയാണ്, നമ്മുടെ അടിമകളിൽപ്പെട്ട ഒരടിമയാണ് ഞാൻ മക്കയിൽ അമീറായി നിശ്ചയിച്ചത്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, ഫസ്തഖ്ലഫ്ത അലൈഹിം മൗല, ഒരടിമയാണോ മക്കയിൽ അമീറായി നിശ്ചയിച്ചത്? ഖാൽ, അദ്ദേഹം ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇന്നഹു ഖാരിഉൻ ലികിതാബില്ല, അദ്ദേഹം അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ ഖാരിയാണ്, ആ കിതാബ് പഠിച്ചവനാണ്, ഹാഫിളാണെന്ന് മാത്രമല്ല അതുകൊണ്ട് അമൽ ചെയ്യുന്ന തഫ്സീറൊക്കെ അറിയുന്ന ആളാണ്. വ ഇന്നഹു ആലിമുൻ ബിൽ ഫറായിദ്, അനന്തരാവകാശ നിയമങ്ങളൊക്കെ അറിയുന്ന ഒരാളാണ് ഈ ഇബ്നു അബ്സ റളിയല്ലാഹു അൻഹു. ഖാല ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമാ ഇന്ന നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖദ് ഖാൽ ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കിതാബ് കൊണ്ട്, ഈ ഖുർആൻ കൊണ്ട് ഒരു കൂട്ടം ആളുകളെ ഉയർത്തും, വയദഉ ബിഹിൽ ആഖരീൻ, ഒരു കൂട്ടം ആളുകളെ ഈ ഖുർആൻ കൊണ്ട് ഇകഴ്ത്തുകയും ചെയ്യുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, അപ്പോൾ ഈ ഖുർആൻ കൊണ്ട് ഉയർന്ന ആളുകളാകാൻ നാം അങ്ങേയറ്റം ശ്രമിക്കുക. ഖുർആൻ ഹുജ്ജത്തുൽ ലക് ഔ അലൈക്, നാളെ പരലോകത്ത് ഖുർആൻ ഒന്നെങ്കിൽ നമുക്കുള്ള ഹുജ്ജത്തായിരിക്കും, തെളിവായിരിക്കും,
അല്ലെങ്കിൽ ഔഹുജ്ജത്തുൻ അലൈക്, ഈ ഖുർആൻ നമുക്കെതിരെ ഹുജ്ജത്തായി വരും, ഖുർആൻ നമുക്കെതിരെ തെളിവായി കൊണ്ടുവരും. ഈ ഖുർആൻ വെച്ച് അമൽ ചെയ്തിട്ടില്ല, ഈ ഖുർആൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടില്ല. ഇങ്ങനൊരവസ്ഥ നമുക്കാർക്കും വരാതിരിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഖുർആനിലൂടെ പറഞ്ഞത്, എന്താണ് അവൻ നമ്മോട് പറഞ്ഞത്, സുന്നത്തിലൂടെ പഠിപ്പിച്ചു തന്നത്, ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലായിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഖുർആൻ്റെ ആളുകളായി ജീവിക്കുവാനുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്ക് നിർബന്ധമായ ഏതൊക്കെയാണ് ഹലാൽ ഏതൊക്കെയാണ് ഹറാം എന്ന് വേർതിരിച്ച് പഠിക്കാൻ സഹായമാകുന്ന കാര്യങ്ങളൊക്കെ ഓരോ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് പഠിക്കുക എന്നുള്ള നിർബന്ധമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ദീൻ പഠിക്കുക എന്നുള്ളത് ഓരോ സത്യവിശ്വാസിക്കും നിർബന്ധമായ കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. സഹോദരങ്ങളെ, അപ്പോൾ ഖുർആൻ നല്ല രൂപത്തിൽ പാരായണം ചെയ്യുകയും അത് മുഖേന അത് ജീവിതത്തിലേക്ക് പകർത്തി റബ്ബിലേക്ക് അടുക്കുന്ന ഒരവസ്ഥ നമുക്ക് ഏവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രത്തോളം ഈ ഒരു സമയം റമദാൻ മാസം എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് നൽകിയൊരു സീസണാണ്. സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറാൻ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, സാബിഖു ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, നിങ്ങൾ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ മുന്നേറുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ ഇത്രയും നല്ല ദിവസങ്ങൾ, ഈ ഖുർആൻ ഇറങ്ങിയ മാസങ്ങളിൽ മാസത്തിൽ നാം ഖുർആൻ ധാരാളമായി പാരായണം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഖുർആൻ പാരായണം ചെയ്യുക? ഈ ഖുർആൻ ഈ മാസത്തിൽ നാം പഠിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴാണ് നാം പഠിക്കാൻ ശ്രമിക്കുക? സഹോദരങ്ങളെ, ചെറിയ സൂറത്തുകൾ നിരന്തരം പാരായണം ചെയ്യുന്ന സൂറത്ത് ദുഹാക്ക് ശേഷമുള്ള ചെറിയ സൂറത്തുകൾ, അതുപോലെ സൂറത്തുൽ ഫാത്തിഹ, ഈ സൂറത്തുകളുടെ എങ്കിലും തഫ്സീർ നമുക്ക് പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. കാരണം നാം നിസ്കരിക്കുമ്പോൾ എപ്പോഴും ചൊല്ലുന്ന സൂറത്തുകളാണ് ഈ ചെറിയ സൂറത്തുകൾ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നല്ല രൂപത്തിൽ പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم صل وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحان الله وبحمده، سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك، وجزاكم الله خيرا.